അപ്പോഴാണ് സാർ എന്നോട് പറഞ്ഞത് നിന്റെ വീക്ക്നെസ് പ്രിലിംസിലാണ്, മെയിൻസ് നിനക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റുമെന്ന്. ഞാൻ വെച്ചാൽ സാറെന്നാണ് ഇങ്ങനെ പറയുന്നത്. ഞാൻ വിചാരിച്ചിരുന്നത് പ്രിലിംസ് എന്റെ സ്ട്രെങ്ത് ആണ്. കാരണം ഞാൻ മുന്നേ ഇപ്പൊ UGCയുടെ എക്സാം എഴുതുമ്പോഴൊക്കെ MCQ, അപ്പം കേരള PSC, ഇതിലെല്ലാം MCQയിൽ എനിക്ക് മാർക്കുണ്ട്. പിന്നീട് ഒരു ഡിഗ്രി പോയിന്റ് ഒക്കെ എത്തുമ്പോഴത്തേക്ക് നമുക്കറിയാലോ, നമുക്ക് എസ്റ്റാബ്ലിഷ്മെന്റ്സിനോടൊക്കെ ഒരു എതിർപ്പുണ്ട്, ഒരു ആന്റി എസ്റ്റാബ്ലിഷ്മെന്റ് ആവും. അപ്പൊ വീണ്ടും ഈ പറയുന്ന പോലെ UPSCയിൽ കാര്യമില്ല, നമുക്ക് ഈ പറയുന്ന പോലെ ഇതാണെന്നുള്ളത്. എല്ലാ പരീക്ഷയുടെ സമയത്ത് ഈ പ്രോഗ്രാം എടുക്കുന്നതിന് ഇരിക്കുന്ന സാർ തന്നെ പറയും, എടാ പ്രോഗ്രാം ഒന്ന് കട്ട് ചെയ്ത് നമുക്ക് പഠിക്കാം. അപ്പൊ ആദ്യത്തെ തവണ ഞാനത് കേട്ടില്ല. പ്രിലിംസ് ഈ പറയുന്ന പോലെ 4 മാർക്കിന്റെ ഒരു ഡിഫറൻസിൽ മിസ്സായി. പിന്നെ ഒരു ചെക്ക് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്തു. ഒരു ദിവസം 5 കാര്യം ചെയ്യും. ഇപ്പം പൊളിറ്റി 1 hour നോക്കുകയാണെങ്കിൽ അങ്ങനെ, PYQ ചെയ്യുന്നതാണെങ്കിൽ അങ്ങനെ, ചിലപ്പോ മൈക്രോ ക്ലാസ്സോ അല്ലെങ്കിൽ ക്ലാസ് 6ന്റെ അസൈൻമെന്റോ ചെയ്യാൻ എത്ര അവർ, അങ്ങനെ ഒരു 5-6 അവരുടെ പ്ലാൻ ഉണ്ടാക്കി എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഒരു പോയിന്റ് എത്തുമ്പോൾ നമുക്ക് മനസ്സിലാവും എല്ലാം തെറ്റായതല്ല, ഈ തെറ്റായ ചില എലമെന്റ്സ് ഉണ്ടാവും എല്ലാ കാര്യത്തിലും. അപ്പൊ ആ എലമെന്റ്സിനെ നമുക്ക് കറക്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആ സിസ്റ്റത്തിന്റെ പാർട്ടായി നിന്നുകൊണ്ട് നമുക്ക് കറക്റ്റ് ചെയ്യാമെന്നൊരു മൈൻഡിലേക്ക് നമ്മൾ വരും. ലീഡിൽ എന്താണോ പറയുന്നത് അതാണ് പ്രോപ്പർ. അതിൽ നിന്ന് ഒരു മാറ്റവും ചില കാര്യങ്ങൾ ഒഴിച്ച്, അത് ഞാൻ അതിലേക്ക് വരാം. ഹലോ ഓൾ, നമ്മുടെ കൂടെ വന്നിട്ടുള്ളത് സിദ്ധാർത്ഥ് എംജോയ് ആണ്. നമ്മുടെ ലീഡിലെ 1 year കോഴ്സ് ആയിട്ടുള്ള പ്രൈം ബാച്ച് സ്റ്റുഡൻ്റ് ആണ് സിദ്ധാർത്ഥ് എംജോയ്. ഈ കഴിഞ്ഞ UPSC റിസൾട്ടിൽ 271 റാങ്കാണ് സിദ്ധാർത്ഥിന് കഴിഞ്ഞിരിക്കുന്നത്. ഹലോ സിദ്ധാർത്ഥ്. ഹായ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ഒരു റെഗുലർ നോർമൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ചോദിച്ച് സ്റ്റാർട്ട് ചെയ്യാം. എങ്ങനെയാണ് സിദ്ധാർത്ഥ് സിവിൽ സർവീസ് പ്രിപ്പറേഷനിലേക്ക് വന്നത്? എന്തായിരുന്നു സിദ്ധാർത്ഥ അതിന് ഇൻഫ്ലുവൻസ് ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇൻഫ്ലുവൻസ് ചെയ്ത സാർ, ഇപ്പൊ ഞാൻ അങ്ങനെ കുഞ്ഞിലെ മുതൽ നമുക്ക് അറിയാലോ ഈ ഒരു ജോലിയെ കുറിച്ചിട്ടൊരു ജനറൽ ഐഡിയ എപ്പോഴും സിനിമയെന്നൊക്കെ നമുക്കുണ്ട്. പക്ഷെ അതിന്റെ അപ്പുറത്തേക്ക് എക്സാമിനെ കുറിച്ച് വലിയൊരു ധാരണയില്ല. ഞാൻ പക്ഷേ ഈ പറയുന്ന പോലെ കുറച്ച് ഡിബേറ്റ് കോമ്പറ്റീഷൻസ്, ക്വിസ് കോമ്പറ്റീഷൻ അങ്ങനെയൊക്കെ പോകുന്ന ഒരു ഇതുണ്ടായിരുന്നു. അപ്പോൾ ജനറലി അങ്ങനെ പോകുമ്പോഴത്തേക്ക് നമുക്ക് അറിയാം, കാരണം ആ ഒരു ഫീൽഡിലേക്ക് ഒരുപാട് പേര് ഈ പറയുന്ന പോലെ സിവിൽ സർവീസിലേക്ക് വരുന്നു, അല്ലെങ്കിൽ അതിൽ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നു. അപ്പൊ അങ്ങനെയാണ് ബേസിക് ആയിട്ടൊരു ഐഡിയ വരുന്നത് എക്സാമിനെ കുറിച്ച്. അപ്പൊ അങ്ങനെ ഒരു സാധനം ഉള്ളിലുണ്ട്, പക്ഷെ അതങ്ങനെ വലിയൊരു ആഗ്രഹം, അംബീഷൻ എന്നുള്ള നിലയിലൊന്നും ഇവിടെ പറയാനുള്ള ധൈര്യമില്ല. 1, 2 അങ്ങനെ തോന്നിയിട്ടുമില്ല. പിന്നീട് ഒരു ഡിഗ്രി പോയിന്റ് ഒക്കെ എത്തുമ്പോഴത്തേക്ക് നമുക്കറിയാലോ, നമുക്ക് എസ്റ്റാബ്ലിഷ്മെന്റ്സിനോടൊക്കെ ഒരു എതിർപ്പുണ്ട്, ഒരു ആന്റി എസ്റ്റാബ്ലിഷ്മെന്റ് ആവും. അപ്പൊ വീണ്ടും ഈ പറയുന്ന പോലെ UPSCയിൽ കാര്യമില്ല, നമുക്ക് ഈ പറയുന്ന പോലെ ഇതാണെന്നുള്ളത്. പക്ഷെ അതൊക്കെ കഴിഞ്ഞ് വരുന്ന ഒരു സ്റ്റേജ് എത്തുമ്പോൾ നമുക്ക് മനസ്സിലാവും, ഓക്കെ സിസ്റ്റം ഇങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ സിസ്റ്റത്തിന്റെ ഉള്ളിലേക്ക് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന പോലെ സോഷ്യൽ കോൺട്രിബ്യൂഷൻസ് ഉണ്ടാവാൻ പറ്റും എന്നുള്ളത്. അപ്പൊ അങ്ങനെയാണ് വീണ്ടും UPSC എന്നുള്ളൊരു ആഗ്രഹത്തിലേക്ക് വരുന്നത്. ഒരുപാട് ഫ്രണ്ട്സ് ഈ പറയുന്ന പോലെ ഇതേപോലെ ഇത് പഠിക്കാം, അത് ഞാൻ ഇൻട്രസ്റ്റ് കുറഞ്ഞിരുന്ന സമയത്ത് ഇതേപോലെ ഒരുപാട് ഫ്രണ്ട്സ് വന്നിട്ട് പഠിക്കാമെന്ന് പറഞ്ഞ് തുടങ്ങാമെന്നൊക്കെ പറഞ്ഞ് പ്ലാൻ ചെയ്തു. ആദ്യത്തെ 2-3 ദിവസമൊക്കെ ഇരുന്നു. അത് കഴിഞ്ഞപ്പോൾ അവരെല്ലാം പോയി, അവരെല്ലാം വേറെ ജോലിയൊക്കെ കിട്ടിപ്പോയി. ഞാനാണെങ്കിൽ UPSC എന്ന് പറയുന്ന ഒരു ഡ്രീം എടുക്കുകയും ചെയ്തു. അങ്ങനെയാണ് ഈ ഒരു സ്റ്റേജിലേക്ക് വരുന്നത്. എനിക്ക് ഒരു ക്യൂരിയോസിറ്റി കാരണം ചോദിക്കുന്നതാണ്. ഒരു ആന്റി എസ്റ്റാബ്ലിഷ്മെന്റ് എന്നുള്ള ഒരു ഐഡിയയിൽ നിന്ന് എങ്ങനെയാണ് ഒരു പ്രോ എസ്റ്റാബ്ലിഷ്മെന്റ് രീതിയിലേക്ക് ആ ഒരു മാറ്റം ഉണ്ടായത്? എങ്ങനെയായിരുന്നു മാറ്റം എന്ന് വെച്ചാൽ നമുക്കൊരു സാർ അറിയാലോ, നമുക്കൊരു പോയിന്റിൽ നമുക്ക് ഈ പറയുന്ന പോലെ എല്ലാത്തിനോടും തിരുത്തുക, അല്ലെങ്കിൽ എല്ലാം തെറ്റാണെന്നൊരു ഐഡിയയിലേക്ക് വരും. പിന്നെ ഒരു പോയിന്റ് എത്തുമ്പോൾ നമുക്ക് മനസ്സിലാവും എല്ലാം തെറ്റായതല്ല, ഈ തെറ്റായ ചില എലമെന്റ്സ് ഉണ്ടാവും എല്ലാ കാര്യത്തിലും. അപ്പൊ ആ എലമെന്റ്സിനെ നമുക്ക് കറക്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആ സിസ്റ്റത്തിന്റെ പാർട്ടായി നിന്നുകൊണ്ട് നമുക്ക് കറക്റ്റ് ചെയ്യാമെന്നൊരു മൈൻഡിലേക്ക് നമ്മൾ വരും. കാരണം വാട്ട് ഈസ് ദ റോൾ ദാറ്റ് വി ക്യാൻ പ്ലേ ഇൻസൈഡ് ദി സിസ്റ്റം എന്നുള്ള. അപ്പൊ അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു രീതിയിലുള്ളൊരു ഷിഫ്റ്റാണ് ഉണ്ടായത്. അല്ലാതെ വലിയൊരു എൻലൈറ്റൻമെന്റ് പരിപാടി ഒന്നുമല്ല, അതൊരു നമ്മുടെ ഓരോ ഫേസിലുള്ള നമ്മുടെ തിങ്കിങ് പ്രോസസിന്റെ ഡിഫറൻസ്. ആസ് യൂഷ്വൽ നമ്മൾ കോളേജിലെല്ലാം പഠിക്കുമ്പോൾ നമുക്ക് അങ്ങനത്തെ സ്റ്റാൻഡ് ആയിരിക്കും. ഗ്രാജുവലി നമുക്ക് കൂടുതൽ എക്സ്പോഷർ അല്ലെങ്കിൽ കൂടുതൽ കിട്ടുന്ന സമയത്ത് കിട്ടും, കുറച്ചുകൂടെ നമ്മൾ മെച്യൂർ ആവും. അതായത് ഇമോഷണലി ആണെങ്കിലും സോഷ്യലി ഒരു മെച്യൂരിറ്റി ഉണ്ടല്ലോ. നമ്മൾ പണ്ടൊക്കെ സൊസൈറ്റിയിൽ ബിഹേവ് ചെയ്യുന്ന പോലെയല്ല, പിന്നീട് ഒരു ഇതാകുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാവും ഓരോ ആൾക്കാരും ഓരോ രീതിയിൽ ബിഹേവ് ചെയ്യുന്നതിന് അതിന്റെ റീസൺ ഉണ്ട്. അപ്പൊ ആ ഒരു കാര്യം മനസ്സിലാക്കി നമ്മളും കൂടെ നിൽക്കുക എന്നുള്ളത്. ഞാൻ സിദ്ധാർത്ഥിനെ ഫസ്റ്റ് കാണുന്നത് സിദ്ധാർത്ഥ ലീഡ് സ്പീക്കർ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമുമായിട്ട് ബന്ധപ്പെട്ടാണ് ഞാൻ ആദ്യമായിട്ട് സിദ്ധാർത്ഥനെ കാണുന്നത്. അപ്പോൾ ഇപ്പോൾ നേരത്തെയും പറഞ്ഞല്ലോ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്കും സിദ്ധാർത്ഥ ഭയങ്കര ആക്റ്റീവായിട്ട് അത്തരത്തിലുള്ള എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് പെർസ്യൂ ചെയ്തിരുന്ന ആളാണ്. അങ്ങനത്തെ ഒരാൾക്ക് ഭയങ്കര അക്കാഡമിക് ആയിട്ട് വളരെ ടൈം ഇൻവെസ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ് സിവിൽ സർവീസ് എന്നുള്ള കാര്യം. ആ ഷിഫ്റ്റ് എങ്ങനെയാണ് സിദ്ധാർത്ഥ ഹാൻഡിൽ ചെയ്തിട്ടുള്ളത്? ആ ഷിഫ്റ്റ് സാറിനാണല്ലോ അറിയുന്നത്, സാറാണ് പറഞ്ഞത് അങ്ങനെ നമ്മൾ ഷിഫ്റ്റിലേക്ക് വരണം എന്നുള്ളത്. അപ്പോൾ പറയുകയാണെങ്കിൽ കറക്റ്റ് ഈ പറഞ്ഞ പോലെ ലീഡിലേക്ക് ഞാൻ ആദ്യം വരുന്നത് നമ്മുടെ ഫ്രണ്ട് അപർണ, കഴിഞ്ഞ അവിടുത്തെ ലിസ്റ്റിലായിട്ടുള്ള അപർണ വിളിച്ചിട്ടാണ്. അതായത് ലീഡിൽ ഈ പറയുന്ന പോലെ നമുക്കൊരു ഡിബേറ്റ് അല്ല, ഒരു ഒറേറ്ററി കോമ്പറ്റീഷൻ സെറ്റ് ചെയ്യണം എന്നുള്ള രീതിയിൽ അങ്ങനെയാണ് ഞാൻ ആദ്യം വന്ന് ഇവിടെ അല്ല, നമ്മുടെ 4th floor ക്ലാസ് റൂമിൽ അൻഡൂപ് സാറുമായിട്ട് ഇരുന്ന് അങ്ങനെ പ്ലാൻ ഡിസ്കസ് ചെയ്യുന്നു. അപ്പൊ അങ്ങനെയാണ് ലീഡിലേക്കുള്ളത്. അതിന്റെ ഡീറ്റെയിൽസ് നമുക്ക് വരാം. ആൻഡ് ഈ പറഞ്ഞ പോലെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് എന്ന് പറയുമ്പോൾ അതാണ് ഈ പറഞ്ഞ പോലെ ഞാനൊരു ഇൻട്രോവേർട്ടഡ് ആയിട്ടുള്ള ഒരാളായിരുന്നു ഒരു പോയിന്റ് വരെ. ചിരിക്കല്ലേ, ഇൻട്രോവേർട്ടഡ് ആയിട്ടുള്ള ആളായിരുന്നു. അപ്പോ ഈ പറയുന്ന പോലെ കുറച്ച് സോഷ്യൽ ആങ്സൈറ്റി, അങ്ങനെ ആൾക്കാരോട് സംസാരിക്കാനൊന്നും ഒരു ഇല്ലാത്ത. അപ്പം പിന്നീട് എനിക്ക് പോയിന്റിൽ മനസ്സിലായി, സ്കൂൾ ടൈമിലൊക്കെ പഠിക്കുമ്പോൾ
നമുക്ക് സ്റ്റേജ് ഫിയർ ഉണ്ട്. അപ്പൊ ഈ എല്ലായിടത്തും ഫേസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമുക്ക് ഈ പറയുന്ന പോലെ ഒരു അറ്റൻഷൻ കിട്ടില്ലല്ലോ. അപ്പൊ നമുക്ക് എന്താണ് വേണ്ടത്? കുറച്ച് മെയിൻ കളിക്കണം. അപ്പൊ അങ്ങനെ വന്നപ്പോഴത്തേക്ക് നോക്കിയപ്പോൾ ആദ്യം ഞാൻ ക്വിസിലാണ് സ്റ്റാർട്ട് ചെയ്യണേ. കാരണം അന്ന് ഈ പറഞ്ഞ പോലെ ഞാൻ ജനിച്ചു വളരുന്നത് കൊല്ലം പരൂരം എന്ന് പറയുന്ന നമ്മുടെ നാട്ടിലാണ്. അത് കൊല്ലം എന്ന് പറയുമ്പോൾ ആ ഒരു ഏരിയ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ PSC ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. എല്ലാ ആൾക്കാരും ഒരു ഡിഗ്രി കഴിഞ്ഞാൽ PSC കോച്ചിങ്. അപ്പൊ ഞാൻ എൻ്റെ ചൈൽഡ്ഹുഡ് സ്പെൻഡ് ചെയ്യുന്നത് എൻ്റെ മാമയുണ്ട്, എൻ്റെ മാമന്റെ വൈഫ്, പിന്നെ എൻ്റെ കുഞ്ഞുമാർ, അച്ഛൻ്റെ അനിയന്റെ വൈഫ്, അവരൊക്കെ PSC പഠിക്കുന്ന ഒരു എൻവയോൺമെന്റിലാണ് ഞാൻ കുഞ്ഞിലെ പോലെ. അപ്പോൾ സ്കൂൾ ടൈം ആകുമ്പോൾ തന്നെ എനിക്ക് കുറെ കാര്യങ്ങൾ അറിയാം. ഇപ്പൊ ക്വിസ് കോമ്പറ്റീഷനിലേക്ക് എനിക്ക് പോകാൻ പറ്റുന്നുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു അത് അത്ര ഒരു ഹൈപ്പ് ഇല്ല. ക്വിസ് കോമ്പറ്റീഷൻ ഓക്കെ ഉണ്ട്, എന്നാലും ഓക്കെ. പക്ഷെ നമുക്ക് അതേപോലെ സിമിലർ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് പബ്ലിക് സ്പീക്കിംഗ്. കാരണം നമുക്ക് കുറച്ച് കാര്യങ്ങൾ അറിയാം. അപ്പൊ ഏത് ടോപ്പിക് കിട്ടിയാലും അറിയാവുന്ന കാര്യം പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണ് ആ ഫീൽഡിലേക്ക് വരുന്നത്. പക്ഷെ അത് ഗ്രാജുവലി ഞാൻ നോക്കുമ്പോൾ അത് ക്യാഷ് പ്രൈസ് കിട്ടുന്നുണ്ട്. അപ്പം നമ്മുടെ അത്യാവശ്യം ചെലവിനുള്ള പൈസ നമുക്ക് അവിടെ നിന്ന് കിട്ടും. പിന്നെ കുറെ ആൾക്കാരെ പരിചയപ്പെടാം. ഗ്രാജുവലി നമ്മുടെ ജനറൽ കമ്മ്യൂണിക്കേഷൻ തന്നെ ഇമ്പ്രൂവ് ആവുന്നുണ്ട്. അങ്ങനെയാണ് ഞാൻ ആ ഒരു ഇതിലേക്ക് വരുന്നത്. അപ്പൊ ഈ പബ്ലിക് സ്പീക്കിംഗ്, ക്വിസിങ്, അങ്ങനത്തെ കുറെ കാര്യങ്ങൾ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് കോളേജിലൊക്കെ എത്തിക്കഴിയുമ്പോഴത്തേക്ക് ഓക്കെ, നമുക്ക് ഈ ഒരു സാധനത്തിൽ നിന്ന് നല്ല ഇൻകം കിട്ടുന്നുണ്ട്, നല്ല റെക്കഗ്നിഷൻ കിട്ടുന്നുണ്ട്, ആൾക്കാർ നമ്മൾ അപ്രിഷിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെ വന്നപ്പോൾ അതിൽ കൂടുതൽ ടൈം ഇൻവെസ്റ്റ് ചെയ്ത് ആണ് വന്നത്. അത് ഏറ്റവും ഉൾട്ടയടിച്ചത് ഈ പറഞ്ഞ പോലെ എക്സാമിന്റെ സമയം വരുമ്പോൾ എല്ലാ പരീക്ഷയുടെ സമയത്ത് ഈ പ്രോഗ്രാം എടുക്കുന്നതിന് ഇരിക്കുന്ന സാറ് തന്നെ പറയും, എടാ പ്രോഗ്രാം ഒന്ന് കട്ട് ചെയ്ത് നമുക്ക് പഠിക്കാം. അപ്പൊ ആദ്യത്തെ തവണ ഞാനത് കേട്ടില്ല. പ്രിലിംസ് ഈ പറയുന്ന പോലെ 4 മാർക്കിന്റെ ഒരു ഡിഫറൻസിൽ മിസ്സായി. അടുത്ത തവണ ഞാനത് കേട്ടില്ല, 6 മാർക്കിന് മിസ്സായി. അപ്പൊ സാർ എന്നോട് ലാസ്റ്റ് എനിക്ക് ഓർമ്മയുണ്ട് 2023 പ്രിലിംസ് കഴിഞ്ഞിട്ട് ഞാൻ വന്ന് നിൽക്കുകയാണ്, ഇനി നിനക്ക് സമയമുള്ളപ്പോൾ മാത്രം ഈ എക്സാമിന് വേണ്ടി, ഈ എക്സാം ഡിസർവ് ചെയ്യുന്ന ഒരു റെസ്പെക്ട് ഉണ്ട്, അത് കൊടുത്ത് സമയം ഡെഡിക്കേറ്റ് ചെയ്ത് പഠിക്കാൻ പറ്റുന്ന സമയം മാത്രം ഇനി പഠിച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ ഞാൻ ജോലിക്ക് കയറിയിട്ട് ലീവ് എടുത്തിട്ടാണ് പഠിച്ചത്. പക്ഷേ ആ സമയത്ത് ഞാൻ പരിപാടിക്കൊക്കെ പോയി. എന്നാലും കൂടുതൽ സമയം ആ ഒരു പ്രൊപ്പോർഷൻ മാറി ഒരു 70% ഓഫ് ദ ടൈം ഞാൻ കൂടുതൽ എക്സാമിൽ ഇൻവെസ്റ്റ് ചെയ്തപ്പോഴാണ് ഈ ഡിസൈറബിൾ ആയിട്ടുള്ള ഒരു റിസൾട്ട് ഉണ്ടായത്. അതിന് സാറിനോടുള്ള നന്ദി ഈ അവസരത്തിൽ ഞാൻ രേഖപ്പെടുത്തുന്നു. ഓക്കെ, അപ്പോൾ അടുത്ത ചോദിച്ച, അപ്പോൾ നേരത്തെ സിദ്ധാർത്ഥ് പറഞ്ഞല്ലോ അതൊരു ഇൻട്രോവേർട്ട് കാര്യത്തിൽ നിന്ന് സിദ്ധാർത്ഥ ആ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്തിട്ട് ആണ് ഇന്ന് കാണുന്ന ഈ ഒരു സോഷ്യലൈസേഷനിലേക്ക് എത്തിയിരിക്കുന്നത്. നമ്മൾ UPSCയിലും ശരിക്കും അങ്ങനത്തെ ഒരുപാട് കംഫർട്ട് സോൺസ് ബ്രേക്ക് ചെയ്യേണ്ടതായിട്ടുണ്ടല്ലോ. അപ്പോൾ ഞാൻ മനസ്സിലാക്കി സിദ്ധാർത്ഥ അതുപോലെ ഒരുപാട് കംഫർട്ട് സോൺസ് ബ്രേക്ക് ചെയ്തിട്ടുണ്ടായിരിക്കും. സിദ്ധാർത്ഥത്തിന് പറ്റാത്ത ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ള പല അക്കാഡമിക് കാര്യങ്ങളും സിദ്ധാർത്ഥ് UPSCക്ക് വേണ്ടി ചെയ്തിട്ടുണ്ടായിരിക്കും. ചിലപ്പോൾ ഒരുപക്ഷെ അത് ചിലപ്പോൾ ഒരു കണ്ടിന്യൂസ് ആയിട്ട് MCQs സോൾവ് ചെയ്യുന്നതായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ അത് ഒരുപാട് ആൻസേഴ്സ് ഒരുപാട് കണ്ടിന്യൂസ് എഴുതുന്നതായിരിക്കാം, അല്ലെങ്കിൽ ഒരുപാട് ടൈം ഇരുന്ന് പഠിക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ ഒരുപാട് ബോറിംഗ് ആയ സബ്ജക്ട്സ് നോക്കുന്നതായിരിക്കാം. അപ്പോൾ ഇത്തരത്തിൽ അക്കാഡമിക് ആയിട്ടുള്ള കംഫർട്ട് സോൺ എങ്ങനെയാണ് സിദ്ധാർത്ഥ് ബ്രേക്ക് ചെയ്യുന്നത്? സാർ അത് ഈ പറഞ്ഞ പോലെയാണ്, ബ്രേക്ക് ചെയ്യണം എന്ന് നമ്മൾ ബ്രേക്ക് ചെയ്യുന്നതല്ല, വേറെ വഴിയില്ലാതെ അത് ബ്രേക്ക് ആയി പോയതാണ്. കാരണം ആദ്യം നോക്കുമ്പോൾ ഫസ്റ്റ് അറ്റംപ്റ്റിലേക്ക് ഒരു സാധനം എന്ന് വെച്ചാൽ ചില സബ്ജക്ട് നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പൊ പൊളിറ്റി ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്, എക്കണോമി ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. അപ്പൊ അതിങ്ങനെ ഭയങ്കരമായിട്ട് പഠിക്കും, ഭയങ്കരമായിട്ട് അതിൽ ഭയങ്കര അടിപൊളിയായിട്ട് പഠിക്കും. പക്ഷെ ആ സമയത്ത് എനിക്ക് ജോഗ്രഫി കുറച്ച് വീക്ക് ആയിരുന്നു കമ്പാരിറ്റീവ്ലി. കാരണം അതിന്റെ ഒരു സയന്റിഫിക് നേച്ചർ അങ്ങോട്ട് ടച്ച് കിട്ടുന്നില്ല. അപ്പോ അങ്ങനെ വന്നപ്പോഴത്തേക്ക് ജോഗ്രഫി കുറച്ചൊന്ന് കയ്യിൽ നിന്ന് പോയി. അപ്പൊ പിന്നെ അത് നോക്കാതെ അപ്പൊ ഇത് വരുമ്പോഴത്തേക്ക് നമ്മളുടെ ഒരു അഡ്വാൻറ്റേജ്. പിന്നെ മോഡേൺ ഹിസ്റ്ററി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അന്നത്തെ ഒരു പ്രൊപ്പോർഷൻ വെച്ചിട്ട് ഞാൻ നോക്കുമ്പോൾ പൊളിറ്റി, എക്കണോമി, മോഡേൺ ഹിസ്റ്ററി ഉണ്ടെങ്കിൽ ഏതാണ്ട് 60% സെറ്റ് ആണ്. അപ്പൊ അത് വെച്ച് ക്ലിയർ ആവാമെന്നുള്ളൊരു മൈൻഡിൽ പരീക്ഷ ഹോളിലേക്ക് ചെല്ലുന്നു. മോഡേൺ ഹിസ്റ്ററി അന്ന് അതുവരെ 15 ഉണ്ടായിരുന്നിരുന്ന 5 ക്വസ്റ്റ്യനിലേക്ക് താഴുന്നു. അപ്പൊ നമ്മുടെ പ്ലാൻ മൊത്തം പാളി. അപ്പൊ നമുക്ക് മനസ്സിലായി ഈ എക്സാമിനേഷനിൽ ഇങ്ങനെ ഒരു വിന്നിങ് കോംബോ ഇല്ല. എല്ലാ സബ്ജക്റ്റും പഠിക്കണം. കാരണം അത് അവരേത് പ്രൊപ്പോർഷനിലാണ് ക്വസ്റ്റ്യൻ വരുന്നത് എന്നുള്ളത് ഏതാണ്ട് മോർ ഓർ ലെസ് ഈ പറഞ്ഞ എക്കണോമി, പൊളിറ്റി, എൻവയോൺമെന്റ് സ്ട്രോങ് ആയിട്ട് നിൽക്കും. പക്ഷെ ബാക്കി സബ്ജക്റ്റുകളിൽ ചിലപ്പോൾ മാറിയും തിരിഞ്ഞും ഒക്കെ വരാം. ജോഗ്രഫി ഒരു 10 to 15 ക്വസ്റ്റ്യൻസിലേക്ക് പോകുന്ന ഒരു മോയിന്റ്. അപ്പൊ അതാണ് ആദ്യത്തെ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കംഫർട്ട് സോൺ ബ്രേക്ക്. ഞാൻ പിന്നീടുള്ള അറ്റംപ്റ്റുകളിൽ, എസ്പെഷ്യലി ഈ അറ്റംപ്റ്റിൽ ജോഗ്രഫിക്ക് നല്ല എഫേർട്ട് ഇട്ടു. ജോഗ്രഫിക്ക് ബേസിക് ടെക്സ്റ്റ് അല്ലാതെ അഡ്വാൻസ് ടെക്സ്റ്റ് വായിക്കാൻ തുടങ്ങി, കുറെ ക്വസ്റ്റ്യൻ പേപ്പർ സോൾവ് ചെയ്ത് കീ പഠിക്കാൻ തുടങ്ങി. അത് ഒരു രീതി. സെക്കൻഡ് ആയിരുന്നു പ്രിലിംസിൽ എഗെയിൻ ഞാൻ അങ്ങനെ ചെയ്യാത്തൊരു കാര്യമായിരുന്നു ആൻസർ കീ. നമ്മൾ ക്വസ്റ്റ്യൻ നോക്കും, അതിന്റെ ആൻസർ നോക്കും എന്നുള്ളതല്ലാണ്ട് ആൻസർ കീ ഫസ്റ്റ് അറ്റംപ്റ്റിലൊന്നും അധികം നോക്കിയില്ല. ഞാൻ എല്ലാ അറ്റംപ്റ്റിലും ഒരു മോർ ദാൻ 100 ക്വസ്റ്റ്യൻസ് പല സബ്ജക്റ്റും ഫുൾ ടെസ്റ്റ് ആയിട്ട് സോൾവ് ചെയ്യും. പക്ഷെ ആദ്യത്തേനകത്ത് ഞാൻ ആ കീ നോക്കുന്നില്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ എന്താന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ക്വസ്റ്റ്യൻ തെറ്റിയാലും പിന്നെ അത് തന്നെ തെറ്റും. കീ പ്രോപ്പർ ആയിട്ട് പഠിച്ചാലും നമുക്കത് ശരിയാക്കാൻ പറ്റും. അപ്പൊ കഴിഞ്ഞ അറ്റംപ്റ്റിൽ ഞാൻ വിചാരിച്ചു ഓക്കെ, എനിക്ക് വന്നൊരു മിസ്റ്റേക്ക് അതാണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, എല്ലാ ക്വസ്റ്റ്യനും എടുത്ത് അതിന്റെ ആൻസർ കീ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങി. അതിൽ നിന്ന് നോട്ടുണ്ട് എനിക്ക് അറിഞ്ഞുകൂടാത്ത കാര്യം മാത്രം അത് ഞാൻ കോപ്പി പേസ്റ്റ് ചെയ്തിടും. അപ്പൊ അങ്ങനെ എഗെയിൻ ഞാൻ കഴിഞ്ഞ തവണ ചെയ്ത അത്രയും നമ്പർ ഓഫ് PVQ അല്ലെങ്കിൽ മോക്ക് പ്രിലിം ക്വസ്റ്റ്യൻ പേപ്പർ ഇത്തവണയും ചെയ്തിട്ടുള്ളൂ. പക്ഷെ മറ്റേതിനേക്കാൾ കൂടുതൽ നോളജ് വന്നു. അപ്പൊ ഇതാണ് നമ്മൾ അതിന്റെ പർപ്പസ് തിരിച്ചറിയുമ്പോൾ പലപ്പോഴും നമുക്ക് മനസ്സിലാവും. അതിനെക്കുറിച്ച് മൈൻഡും പ്രിപ്പയർ ആണ്. സാറി പറഞ്ഞ പോലെ ടൈമും ഒരു പ്രശ്നമായിരുന്നു. ആദ്യമൊന്നും എനിക്ക് അങ്ങനെ ഇരുന്ന് പഠിക്കുന്നൊരു ഇതുണ്ടായില്ല. പക്ഷെ പിന്നീട് എനിക്ക് മനസ്സിലായി ഇരുന്ന് പഠിച്ചില്ലെങ്കിൽ കാര്യമില്ല. അപ്പോൾ
ഞാൻ മറ്റേ ഫോണിൽ ടൈമർ വെക്കാൻ തുടങ്ങി, എത്ര സമയം ഒരു ദിവസം വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് എൻ്റെ ഫോണിലുള്ള സമയം നിയർലി 4 to 5 hours ആണ്. പിന്നെ അത് ഗ്രാജുവലി കുറച്ചൊരു 2 hours വരെ മൊബൈലിലേക്ക് ആക്കി. പിന്നെ ഒരു ചെക്ക് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്തു. ഒരു ദിവസം 5 കാര്യം ചെയ്യും. ഇപ്പം പൊളിറ്റി 1 hour നോക്കുകയാണെങ്കിൽ അങ്ങനെ, PYQ ചെയ്യുന്നതാണെങ്കിൽ അങ്ങനെ, ചിലപ്പോൾ മൈക്രോ ക്ലാസ്സോ അല്ലെങ്കിൽ ക്ലാസിക്സിന്റെ അസൈൻമെന്റോ ചെയ്യാൻ എത്ര അവർ, അങ്ങനെ ഒരു 5-6 അവറിന്റെ പ്ലാൻ ഉണ്ടാക്കി എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത്. എന്നിട്ട് ഒരു ദിവസം അത് ചെയ്ത് കഴിയുമ്പോൾ അവിടെ ടിക്കറ്റ് പോയി. അപ്പൊ അറ്റ് ദി ലാസ്റ്റ് നോക്കുമ്പോഴത്തേക്ക് ഓക്കെ, ഒരു ദിവസം നമ്മൾ ഇത്രയും ചെയ്തു എന്നുള്ളതിന്റെ ഒരു ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ് നമ്മുടെ ഉണ്ടാവും. അങ്ങനെയാണ് ഞാൻ എൻ്റെ ഈ മടി, ലേസിനെസ്, പ്രൊക്രാസ്റ്റിനേഷൻ തുടങ്ങിയ കാര്യങ്ങളൊന്ന് കൺട്രോൾ ചെയ്യാൻ പഠിച്ചത്. നമുക്ക് ഒരു അക്കാഡമിക് ആയിട്ടുള്ള കാര്യത്തിലേക്ക് വീണ്ടും വരാം. പ്രിലിംസിന്റെ പ്രിപ്പറേഷനിൽ സിദ്ധാർത്ഥ് ഫേസ് ചെയ്തിരിക്കുന്ന ഏറ്റവും വലിയ ചലഞ്ചസ് എന്തൊക്കെയായിരുന്നു? പ്രിലിംസ് ഈ പറഞ്ഞ പോലെ ഏറ്റവും വലിയ ചലഞ്ച് അതാണ്. 3 തവണ ഞാൻ തോറ്റത് പ്രിലിംസിലാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് അതാണ് ഒരു ചലഞ്ചിങ് ആസ്പെക്ട്. പക്ഷെ ആ പ്രിപ്പറേഷൻ എന്തായിരുന്നു എന്നുള്ളത് എനിക്ക് ഇപ്പോഴും മനസ്സിലായില്ല. കാരണം ഞാന് ഈവൻ ഈ 3 അറ്റംപ്റ്റ് കഴിഞ്ഞ് 4ാമത്തെ അറ്റംപ്റ്റ് പ്രിലിംസും കഴിഞ്ഞ് മെയിൻസ് എഴുതുന്നവരെ ഞാൻ വിചാരിച്ചു ഞാൻ പ്രിലിംസിൽ ഭയങ്കര സ്ട്രോങ് ആണെന്നാണ്. അപ്പോഴാണ് സാർ എന്നോട് പറഞ്ഞത് നിന്റെ വീക്ക്നെസ് പ്രിലിംസിലാണ്, മെയിൻസ് നിനക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റുമെന്ന്. ഞാൻ വെച്ചാൽ സാർ എന്നാണ് ഇങ്ങനെ പറയുന്നത്. ഞാൻ വിചാരിച്ചിരുന്നത് പ്രിലിംസ് എന്റെ സ്ട്രെങ്ത് ആണ്. കാരണം ഞാൻ മുന്നേ ഇപ്പൊ UGCയുടെ എക്സാം എഴുതുമ്പോഴൊക്കെ MCQ, അപ്പം കേരള PSC, ഇതിലെല്ലാം MCQയിൽ എനിക്ക് മാർക്കുണ്ട്. അപ്പൊ പ്രിലിംസ് ആയിരിക്കേണ്ട എന്റെ സ്ട്രോങ് സോൺ എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷെ പിന്നെ ആലോചിച്ചപ്പോൾ ഞാൻ ഫസ്റ്റ് എഴുതിയ മെയിൻസ് തന്നെ ക്ലിയർ ആവുന്നുണ്ട്. അപ്പം അവിടെ അത്തെക്കാൾ എനിക്ക് ഗ്രിപ്പ് ഇവിടെ ഉണ്ട് എന്നുള്ളത് പിന്നീട് ഒരു പോയിന്റിലാണ് ഞാൻ തിരിച്ചറിയുന്നത്. പിന്നീട് ഞാൻ ആലോചിച്ചപ്പോഴും ഒന്ന് നേരത്തെ പറഞ്ഞ പോലെയാണ്, ചില കണ്ടന്റ് സ്കിപ്പ് ചെയ്ത് വിടുക എന്നുള്ളത് ഒരു സാധനമായിരുന്നു. 2 കെയർലെസ് മിസ്റ്റേക്ക്. അത് എല്ലാ പോയിന്റിലും അങ്ങനെ കുറെ സാധനം. എന്റെ 10th ആൻസർ ഷീറ്റ് ഈ പറയുന്നില്ല, 10th മാത്സിന് മാർക്ക് പറഞ്ഞപ്പോൾ എന്റെ വീട്ടുകാർ ഇപ്പോഴും പറയുന്ന കഥയുണ്ട്. അതായത് ലൈക്ക് എന്നെ അറിയാവുന്ന ഏകദേശം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, ആൻസർ ഷീറ്റിന്റെ ഫോട്ടോ കോപ്പി എടുത്തു എവിടെയാണ് മാർക്ക് പോയെന്ന് അറിയാനായിട്ട്. ഒരു പ്രോബ്ലത്തിന്റെ അവസാനം വരെ വന്ന് 95+6 എന്നാണ് സെക്കൻഡ് ലാസ്റ്റ് സ്റ്റെപ്പ്. അത് കഴിഞ്ഞ് താഴെ ഏതൊരാളും 101 എന്ന് എഴുതും. ഞാൻ അവിടെ 11 എഴുതി വെച്ചു, 0 ഇടാൻ മറന്നുപോയി. അപ്പോൾ ഈ പറയുന്ന രീതിയിലുള്ള കെയർലെസ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് പ്രിലിംസ് എടുത്ത് നോക്കിയാൽ എനിക്കൊരു 3-4 ക്വസ്റ്റ്യൻസ് ഇതേപോലെ മിസ്സായി. അന്ന് 2 ക്വസ്റ്റ്യൻ പാസ് ആയിരുന്നെങ്കിൽ എനിക്ക് ആ പ്രിലിംസ് ക്ലിയർ ആകാമായിരുന്നു. അപ്പോൾ പിന്നീട് ഞാൻ ചെയ്യാൻ തുടങ്ങി നെഗ്ലിജൻസ് മാക്സിമം കുറയ്ക്കാൻ എന്ത് ചെയ്യാം എന്നുള്ള ഒരു സാധനം. എക്സാം അറ്റംപ്റ്റ് ചെയ്യുന്ന സമയത്ത് നെഗ്ലിജൻസ് കുറയ്ക്കുക. പ്രിപ്പറേഷൻ സൈഡിൽ എല്ലാ സബ്ജക്റ്റിനും ഈക്വൽ ടൈം കൊടുത്ത് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതായിരുന്നു എനിക്ക് പറ്റിയ 2 മിസ്റ്റേക്ക്. അത് തിരുത്തിയത് ഇങ്ങനെയാണ്. എനിക്ക് ഞാൻ ആദ്യം വരുമ്പോൾ ഓർമ്മയുണ്ട്, പ്രിലിംസിന്റെ ക്വസ്റ്റ്യൻസ് ചെയ്യുന്ന സമയത്ത് എൻ്റെ തോട്ട് വർക്കാവും. ഓക്കെ, അതൊക്കെ ആ തോട്ടിന്റെ സാധനങ്ങളുണ്ട്. അപ്പോൾ അതിൽ ഒരു നോളജ് വെച്ചിട്ട് അതായത് ഒരു റേഷ്യോ ഉണ്ടായിരിക്കുമല്ലോ, എനിക്ക് ഇത്രയും നോളജ് ഉണ്ട്, അത് എനിക്ക് ഇത്രയും അപ്ലൈ ചെയ്യാൻ പറ്റും. അത് ആക്ച്വലി ഭയങ്കര അടിപൊളിയാണ്. ഉള്ള നോളജിൽ എന്ത് ചെയ്യും, മാക്സിമം അപ്ലൈ ചെയ്യും. അതിൽ ചില ഭയങ്കര അടിപൊളി ട്രാക്കിംഗ് ഉണ്ടാവും, പക്ഷെ ഭയങ്കര സിമ്പിൾ സാധനങ്ങൾ ഇതേപോലെ കൊണ്ട് തെറ്റിക്കും. ഭയങ്കര സില്ലി സാധനം, നമുക്കിങ്ങനെ ഇത് ഈ തെറ്റിച്ചോ എന്ന് ചോദിക്കുന്ന തരത്തിലുള്ള സാധനം തെറ്റിക്കും. അപ്പോൾ പലപ്പോഴും ഞാൻ മനസ്സിലാക്കിയെന്ന് വെച്ചാൽ ആ ഒരു തിങ്ക് ചെയ്യാനുള്ള ഒരു അനലിറ്റിക്കൽ പെർസ്പെക്റ്റീവ് ഭയങ്കര ഫൈനാണ്. പക്ഷെ അതേസമയം അതിന്റെ മുകളിൽ ഈ കണ്ടന്റിന്റെ കുറച്ചൊരു കുറവുണ്ടായിരുന്നു. എനിക്ക് ഒന്ന് ഗ്രാജുവലി റിവിഷൻ ചെയ്യാത്തതിൻ്റെ അല്ലെങ്കിൽ ഈ പറഞ്ഞ രീതിയിലുള്ള ആ ഒരു നെഗ്ലിജൻസിന്റെ പ്രശ്നം ഉണ്ടായിരുന്നു. ഞാൻ മനസ്സിലാക്കിയ കാര്യം, ഇതേ അപ്പർ ഹാൻഡ് മെയിൻസിലും കിട്ടിയിട്ടുണ്ടായിരിക്കും. ശരിക്കും ഈ അനലിറ്റിക്കലായിട്ട് തിങ്ക് ചെയ്യുന്നത് മെയിൻസിൽ നമ്മുടെ പ്രിപ്പറേഷൻ ഉണ്ടായിരിക്കും, നമ്മൾ ഒരു ഫ്രെയിം വർക്ക് ഇടുന്നതിന് ഇതാക്കിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഈ ഒരു അനലിറ്റിക്കൽ എബിലിറ്റി, അതായത് പ്രിലിംസിലേക്ക് വരുന്ന സമയത്ത് ഈ ക്വസ്റ്റ്യൻസിനെ എങ്ങനെ ഡൈവേഴ്സിഫൈഡ് തിങ്ക് ചെയ്യാനും മെയിൻസിൽ പോയിന്റ് ജനറേറ്റ് ചെയ്യുന്ന ഈ അനലിറ്റിക്കൽ എബിലിറ്റി, ഇതെങ്ങനെയാണ് നർച്ചർ ചെയ്തെടുക്കുന്നത്? അത് ഒരു പോയിന്റിൽ സാർ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ അതിൽ എനിക്ക് ഉണ്ടായിരുന്ന ഒരു അഡ്വാൻറ്റേജ് ഈ പബ്ലിക് സ്പീക്കിംഗ്, ഡിബേറ്റ് പ്രോഗ്രാം ഒക്കെ ഉള്ളതുകൊണ്ട് പോയിന്റ്സ് കുറച്ച് എൻ്റെ കയ്യിലുണ്ട്. എനിക്ക് കുറെ കാര്യങ്ങളെ കുറിച്ച് കുറെ ഒപ്പീനിയൻസ് ഞാൻ ഓൾറെഡി വായിച്ചിട്ടുണ്ട്. ആൻഡ് നമ്മൾ അവിടെ ഇപ്പം ഇങ്ങനത്തെ കോമ്പറ്റീഷന് പോകുമ്പോഴും നമ്മൾ പിള്ളേരോട് എപ്പോഴും പറയുന്നത് നിങ്ങളുടെ പോയിന്റ് സ്ട്രക്ചർ ചെയ്ത് ഓരോ ഡയമെൻഷനാക്കി പറയാം. അപ്പം ആ ഒരു ബേസ് തലയിലുണ്ട്. പക്ഷെ അത് എക്സാമിലേക്ക് വരുമ്പോൾ അപ്ലൈ ചെയ്യാൻ പറ്റുന്നില്ല. കാരണം ചെയ്തു കഴിഞ്ഞാൽ അൻഡു സാർ എപ്പോഴും പറയും ആൻസറും പോയിന്റും ഒക്കെ നല്ലതാണ്, പക്ഷെ എൻ്റെ ആൻസർ സ്ട്രക്ചറിങ് ഭയങ്കര മെക്കാനിക്കലാണ്. എനിക്ക് ഓർഗാനിക് ആയിട്ടൊരു സാധനം കൊണ്ടുവരാൻ അറിയില്ല. എനിക്ക് ഓൾറെഡി എന്നോട് പറഞ്ഞിട്ടുണ്ട് സോഷ്യൽ പൊളിറ്റിക്കൽ എക്കണോമിക്കൽ. അപ്പൊ എല്ലായിടത്തും ഈ സോഷ്യൽ പൊളിറ്റിക്കൽ എക്കണോമിക്കൽ അങ്ങനെ വരും. അപ്പോഴാണ് ശരത് സാറും അൻഡു സാറും രണ്ടുപേരുടെയും സെഷൻസ് നമ്മൾ ആൻസർ വർക്ക് ചെയ്യുന്ന ഇത് എടുക്കുമ്പോഴത്തേക്ക് ക്വസ്റ്റ്യൻ നോക്കാൻ പറയും. നമ്മൾ എല്ലാത്തിനും ഈ റാൻഡമായി സോഷ്യൽ പൊളിറ്റിക്കൽ അടിക്കാതെ എന്താണ് അവിടെ ചോദിച്ചിരിക്കുന്ന ഒരു കാര്യം. ഇപ്പോൾ കൾച്ചറൽ മിലിയു എന്നൊരു കീവേഡ് ആണ് ഉള്ളെങ്കിൽ പല ടൈപ്പ് കൾച്ചറിലേക്ക് പോവാം. റാദർ ദാൻ ഇപ്പോൾ സോഷ്യൽ ഇത് ചെയ്യാണ്ട് ഇപ്പോൾ വേറെ ഒരു ക്വസ്റ്റ്യൻ എടുക്കുകയാണെങ്കിൽ ഇപ്പൊ എന്താ പറയണ്ടേ, ഒരു പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ക്വസ്റ്റ്യൻ. അപ്പോൾ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ സ്റ്റേക്ക് ഹോൾഡേഴ്സിലേക്ക് പോവാം, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ പ്രോസസ് ഫ്രെയിം വർക്കിലേക്ക് പോവാം. അപ്പം ഫ്രെയിം വർക്കിനെ ഡൈവേഴ്സിഫൈ ചെയ്യുക എന്നുള്ളതായിരുന്നു ചെയ്ത ഒരു ആംഗിൾ. പിന്നെ ഏറ്റവും അവസാനത്തെ എക്സാം എനിക്ക് ഓർമ്മയുണ്ട് ഇപ്പോഴും, എത്തിക്സ് ആയിരുന്നു നമ്മുടെ ലാസ്റ്റ് സിംഗിൾ സബ്ജക്ട് ടെസ്റ്റ്. അപ്പോൾ എത്തിക്സിന്റെ പേപ്പറായിട്ട് ഞാൻ അൻഡു സാറിന്റെ അടുത്ത് പോകുമ്പോൾ അൻഡു സാർ ഒരു കാര്യം ചെയ്യുന്നുണ്ട്. അതായത് ഒരു ക്വസ്റ്റ്യന്റെ സബ് ഹെഡിങ്, എന്റെ സബ് ഹെഡിങ് എപ്പോഴും കുഴപ്പമില്ല, പ്രോപ്പർ ആയിരിക്കും. അത് സാറ് പറഞ്ഞ പോലെ ക്വസ്റ്റ്യനെ തന്നെ സബ് ഹെഡിങ് റീഫ്രൈസ് ചെയ്ത് വെക്കുന്നുണ്ട്. അതെപ്പോഴും നല്ല രീതിയിൽ എല്ലാവരും പറയും. ഒരു പോയിന്റ് എനിക്ക് സബ് ഹെഡിങ്ങിന് പ്രശ്നമില്ല. എന്നിട്ട് അൻഡു സാർ പറഞ്ഞാൽ സബ് ഹെഡിങ്ങിനെ ഫോളോ ചെയ്യുന്ന രീതിയിൽ ബാക്കി പോയിന്റ്സ് എഴുതാം.
ഫോർ എക്സാമ്പിൾ ഇപ്പോൾ എത്തിക്സിൽ ഒരു ക്വസ്റ്റ്യൻ ആണെന്ന് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഹൗ പബ്ലിക് സർവൻസ് വാല്യൂസ് എത്തിക്സ് ഇൻ പബ്ലിക് സർവൻറ്റ് ഹെൽപ്സ് ഇൻ വെൽഫെയർ എന്നോ എന്തോ ഒരു കാര്യം. അപ്പൊ അവിടെ ഈ സബ് ഹെഡിങ്ങിന് 2 സൈഡുണ്ട്. ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ അഡ്മിനിസ്ട്രേറ്റീവ് എത്തിക്സ്. അപ്പൊ ആ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ അഡ്മിനിസ്ട്രേറ്റീവ് എത്തിക്സ് നമ്മൾ ലിസ്റ്റ് ചെയ്യാം. റൈറ്റ് ഹാൻഡ് സൈഡിൽ എന്താണ്, ഹൗ ഇറ്റ് ഹെൽപ്സ് ഇൻ വെൽഫെയർ ഡെലിവറി. അപ്പൊ വെൽഫെയർ ഡെലിവറിയുടെ പോയിന്റ് റൈറ്റ് സൈഡിൽ. എന്നിട്ട് ഇതിനെ ക്രിസ് ക്രോസ് ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റ് ആ സബ് ഹെഡിങ്ങിനെ റിഫ്ലക്ട് ചെയ്യുന്ന പോയിന്റ്സ് കിട്ടും. അത് അൻഡു സാർ പറഞ്ഞത് എനിക്ക് ഭയങ്കര റിവീലിംഗ് ആയിട്ടുള്ള ഒരു തോട്ടായിരുന്നു. അതിനുശേഷം ഞാൻ ഈ ഡിബേറ്റ് കോമ്പറ്റീഷനൊക്കെ പോകുമ്പോഴും പിള്ളേരോട് എപ്പോഴും ഞാൻ പറയും, ഞാൻ ബോർഡിൽ ഇങ്ങനെ വിഷയം എഴുതിയിട്ട് നിങ്ങൾ നോക്ക്, ഇതിനൊരു 2 സൈഡുണ്ട്. ഈ 2 സൈഡിലുള്ള കാര്യങ്ങൾ നമ്മൾ ആദ്യം ബ്രെയിൻ സ്റ്റോം ചെയ്തിട്ട് അതിനെ നമ്മൾ ജസ്റ്റ് ഒന്ന് മാച്ച് ദ ഫോളോയിങ് പോലെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് അടിപൊളിയായിട്ട് അതിനെ റെസൊണേറ്റ് ചെയ്യുന്ന പോയിന്റ്സ് കിട്ടും എന്നുള്ളത് പറഞ്ഞത്. അത് ഭയങ്കര റിവീലിംഗ് ആയിട്ടുള്ള ഒരു സാധനമായിരുന്നു. അപ്പൊ അതിനുശേഷം നമ്മൾ എഴുതുമ്പോൾ കുറച്ചുകൂടെ ഒരു പ്രോക്സിമിറ്റി പോയിന്റ്സിന് എപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട്. നമ്മൾ പ്രിലിംസിലേക്ക് വീണ്ടും വരികയാണെന്നുണ്ടെങ്കിൽ പ്രിലിംസിൽ എപ്പോഴും ആൾക്കാർ രണ്ടൊരു ഡിബേറ്റ് ആണ്, ഡിബേറ്റ് അല്ല, ഇതിന്റെ ബാലൻസ് ആണ് എടുക്കേണ്ടത്. ചിലർക്ക് അവർ പറയും നമ്മൾ കൂടുതൽ റിവൈസ് ചെയ്യണം, ഇത് ലാസ്റ്റ് ഇപ്പം 3 മാസം കൊണ്ട് പ്രിലിംസിലുള്ളൂ, അപ്പോൾ ലാസ്റ്റ് കൂടുതൽ നമ്മൾ റിവൈസ് ചെയ്യണം, പഠിച്ച മെറ്റീരിയൽ റിവിഷൻ പഠിക്കണം. വേറെ കുറച്ച് ആൾക്കാർ പറയും നമ്മൾ കൂടുതൽ ടെസ്റ്റ് പേപ്പേഴ്സ് എടുത്തുകൊണ്ടിരിക്കണം. ഇത് പല ആൾക്കാർക്കും പല ഇതിനും വർക്കാവും ഉണ്ടാകും. ഈ ഒരു റിവിഷൻ വേഴ്സസ് ടെസ്റ്റ് എടുക്കുക എന്നുള്ള സ്ട്രാറ്റജി എങ്ങനെയായിരുന്നു സിദ്ധാർത്ഥിന് വർക്കായിട്ടുണ്ടായിരുന്നത്? സാർ, ഇതിൽ എനിക്ക് വർക്കായത് ഈ വർഷമാണല്ലോ. അതിന് മുന്നത്തെ തവണ എന്റെ സ്ട്രാറ്റജി വർക്കായിട്ടില്ല. പക്ഷെ ഈ വർഷം എനിക്ക് ഇത് ചെയ്തിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ എന്റെ റിവിഷൻ മോക്ക് ടെസ്റ്റിലൂടെ ഞാൻ ചെയ്തു എന്നുള്ളതാണ്. രണ്ടിന്റെയും ഒരു ബാലൻസ് കണ്ടുപിടിച്ചു എന്നുള്ളതാണ്. കാരണം ടെക്സ്റ്റ് ബുക്ക് റിവിഷൻ ഒരു പ്രശ്നമുണ്ട്, എല്ലാവർക്കും ഉണ്ടോന്ന് എനിക്ക് അറിഞ്ഞോ സാർ. പക്ഷെ ഞാൻ എൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ ലക്ഷ്മികാന്ത് നമ്മളൊരു 100 തവണയെങ്കിലും നമ്മൾ പല തവണ ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്തായാലും വായിച്ചിട്ടുണ്ട്. അപ്പൊ വീണ്ടും അത് എടുക്കുമ്പോൾ നമ്മൾ ഈസിലി നമ്മുടെ ബ്രെയിൻ നമ്മളെ ഒന്ന് പറ്റിക്കും. ഓക്കെ, ഇത് നിങ്ങൾക്ക് അറിയാന്ന് പറഞ്ഞ് നമ്മൾ അതിങ്ങനെ വായിച്ചങ്ങ് പോകും. അപ്പൊ അവിടെ പ്രോപ്പർ റിവിഷൻ അവിടെ നടക്കുന്നില്ല. റിവിഷൻ അറിയണം എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് അത് റീകോൾ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയണം. അപ്പൊ അതുകൊണ്ട് ഞാൻ എന്താ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, റീകോൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പൊ മെയിൻസിനാണെങ്കിൽ നമുക്ക് എഴുതി നോക്കാം, പ്രിലിംസിന് എഴുതി റീകോൾ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ കുറേ ഇതുണ്ട്. അപ്പോൾ ഞാൻ എസെൻഷ്യലി ചെയ്തത് ഒരു സാധനം പഠിച്ചാൽ മെറ്റീരിയൽ പിന്നെയും വായിക്കും, എന്നിട്ട് ടെസ്റ്റ് എടുക്കും. ടെസ്റ്റ് എടുക്കുമ്പോൾ അവിടെ റീകോൾ നടക്കും. അപ്പൊ അവിടെ നമ്മൾ പഠിച്ച് തെറ്റിപ്പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അപ്പൊ നമ്മളത് വീണ്ടും അവിടെ നമ്മൾ വീക്ക് ആണെന്നാണ് അർത്ഥം. അപ്പൊ അങ്ങനെ ടെസ്റ്റ് എടുത്ത് നേരത്തെ പറഞ്ഞ പോലെ കീ എന്നാണ് റിവിഷൻ ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ എൻ്റെ ഫ്രണ്ട് ഉണ്ടായിരുന്നു ജിസ്ലിൻ എന്ന് പറഞ്ഞിട്ട്, ഇവിടെ ഇടയ്ക്ക് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ ജിസ്ലിൻ ഈ പറഞ്ഞ പോലെ ചെയ്തൊരു മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ടോപ്പിക് ഇപ്പൊ ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറയുന്ന ഒരു ടോപ്പിക് ആണെങ്കിൽ അതിൽ ഒരു തവണ തെറ്റിയാൽ ഒരു ടിക്കറ്റ് വെക്കും. അതേ സാധനം വീണ്ടും തെറ്റിയാൽ വീണ്ടും ടിക്കറ്റ്. അപ്പൊ ഒരു 3-4 തവണ നമ്മൾ അതേ ഏരിയ തെറ്റിക്കുന്നുണ്ടെങ്കിൽ അത് ഡീപ്പർ റിവിഷൻ വേണം. നമ്മൾ പോയ ടെക്സ്റ്റ് തീർച്ചയായിട്ടും വായിക്കണം. പക്ഷെ 1 തവണ 2 തവണ ഉണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ ടെസ്റ്റ് എടുത്ത് കീ പഠിച്ചിട്ട് അത് കവർ ചെയ്തിട്ട് പോവാം. പിന്നെ രണ്ടാമത് ഞാൻ റിവിഷൻ ചെയ്തിട്ടുള്ള കാര്യം വെച്ചാൽ, ഈ ആൻസർ കീ എന്നുണ്ടായ നോട്ടല്ല, എനിക്ക് 2-3 പിയർ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ പിയർ ഗ്രൂപ്പിൽ നമ്മൾ പഠിക്കാൻ നിന്ന് കഴിഞ്ഞാൽ അത് ഞാൻ ഒരിക്കലും സജസ്റ്റ് ചെയ്യില്ല. നമ്മൾ ഒരുമിച്ചിരുന്ന് പഠിക്കാൻ നോക്കിയാൽ ചിലപ്പോൾ ഭയങ്കര സമയം പോകും. കാരണം ഓരോ ആൾക്കാരുടെയും കോഗ്നേറ്റീവ് സ്കിൽസ് ഡിഫറെന്റ് ആണ്. അപ്പം എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട് ഇവിടെ തന്നെ, നമ്മുടെ പ്രൈമിലും കില്ലറിലും ഒക്കെ ആയിട്ടുണ്ടായിരുന്ന അഭിരാം, റിഷാദ്, പിന്നെ ജിസ്ലിൻ, ചന്ദന, ആമി, ഇവരൊക്കെ ഇത് ഒറ്റ ഗ്രൂപ്പ് അല്ല, പല ടൈമിൽ ഞാൻ ഇവരോട് ഇരിക്കും. ഇവരോട് ഇരുന്നിട്ട് നമ്മൾ ഈ ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ കീസ് ഡിസ്കസ് ചെയ്യും. അപ്പൊ ചെയ്യുമ്പോൾ ഉള്ള ഗുണം എന്ന് പറഞ്ഞാൽ അവരെ എഴുതിയ ലോജിക്ക് എനിക്ക് മനസ്സിലാവും. ഞാൻ ആ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ, ഇപ്പൊ ഞാനാണ് പറയുന്നതെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ ആ ക്വസ്റ്റ്യനും ആൻസർ ഞാൻ റിവൈസ് ചെയ്യണം. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഈ ഇവിടെ നടന്ന 32 ടെസ്റ്റും പ്ലസ് ബാക്കിയുള്ള അക്കാഡമിക്സിന്റെ ഏകദേശം ഒരു 100 ടെസ്റ്റ് ഞാൻ എടുത്തിട്ടുണ്ടെങ്കിൽ ഈ ടെസ്റ്റും ഇതിന്റെ കീയും ഞാൻ മിനിമം 2 times ഞാൻ നോക്കിയതല്ലാതെ ഇവരുമായിട്ട് ഡിസ്കസ് ചെയ്തും കൂടെ റിവൈസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ തന്നെ അതൊരു വലിയ മേജർ കൈൻഡ് ഓഫ് റിവിഷൻ ആയി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഈ പറഞ്ഞ ലാസ്റ്റ് റിവിഷന്റെയും അതുപോലെ തന്നെ ഒരു ക്രാക്കിങ്ങിന്റെയും കാര്യമാണ് പറഞ്ഞത്. സിദ്ധാർത്ഥന്റെ ജനറൽ ആയിട്ടുള്ള പ്രിലിംസിന്റെ ഒരു സ്ട്രാറ്റജി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമോ? അതിപ്പോൾ സാറിന് അറിയാവുന്ന കാര്യമാണ്. എന്നാലും ഞാൻ ജനറലി ഇപ്പം നമ്മൾ കാണുന്ന എല്ലാവർക്കും വേണ്ടാണെങ്കിൽ, പ്രിലിംസിൽ ഞാൻ നമ്മളെ ലീഡിൽ എന്താണോ പറയുന്നത് അതാണ് പ്രോപ്പർ. അതിൽ നിന്ന് ഒരു മാറ്റവും ചില കാര്യങ്ങൾ ഒഴിച്ച്, അത് ഞാൻ അതിലേക്ക് വരാം. ഫസ്റ്റ് തിങ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കോർ ടെക്സ്റ്റ് വായിക്കാം. ഇപ്പം എല്ലാ ആൾക്കാരും പറയും കോർ ടെക്സ്റ്റ് കൊണ്ട് മാത്രം കാര്യമില്ല. പക്ഷെ ഞാൻ ടെക്സ്റ്റ് മാത്രമേ വായിച്ചുള്ളൂ. പൊളിറ്റിക്കൽ ലക്ഷ്മികാന്ത്, എക്കണോമിക്ക് ഞാൻ നിതിൻ സിംഗാനിയും ശങ്കർ ഗണേഷ്, പിന്നെ നമ്മുടെ അമൻ സോണി സാറായിരുന്നു ഞങ്ങൾക്ക് എക്കണോമി എടുത്തത്, സാറിന്റെ ടെക്സ്റ്റ്. അപ്പോൾ ഇത് പല പോയിന്റിൽ വായിച്ചതാണ്. എൻവയോൺമെന്റിന് ഞാൻ PMF ആണ് ഞാൻ ഫോക്കസ് ചെയ്തത്. കാരണം PMF സെലക്ടീവ് റീഡിംഗ് ഞാൻ പറയുള്ളൂ. പക്ഷെ അതിൽ ഈ പറയുന്ന പോലെ ബോൾഡ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ കളർ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ മാത്രം സെലക്ടഡ് ചാപ്റ്റേഴ്സ്, നമ്മൾ തരുന്ന കോർ ചാപ്റ്റേഴ്സ് മാത്രം PMF, ജോഗ്രഫിക്കും PMF-ഉം നമ്മുടെ ഏതാണ് NCERT ടെക്സ്റ്റ്. അപ്പൊ ഇങ്ങനത്തെ ടെക്സ്റ്റുകൾ വളരെ ഫോക്കസ് ചെയ്തിട്ട് 1 തവണ 2 തവണയെങ്കിലും വായിക്കാനായിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു. രണ്ടാമത് മോക്ക് ടെസ്റ്റും അതിന്റെ ആൻസർ കീസും അത്യാവശ്യം പ്രിപ്പയർ ചെയ്ത് ഇത് ഇത്രയും തന്നെ ഏകദേശം എനിക്ക് ഒരു 850 പേജ് ഞാൻ
നോട്ട് എല്ലാവരും ഏറ്റവും കൂടുതൽ നോട്ട് ഉണ്ടാക്കുന്നതിനല്ല അവാർഡ് പറയും. പക്ഷെ പറഞ്ഞാൽ നോട്ട് ഉണ്ടാക്കുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം, നമ്മൾ അത് ഒന്നുകൂടെ ഇപ്പൊ ചുമ്മാ നമ്മൾ നോക്കിയല്ല, അതൊന്ന് വായിച്ച് നമ്മൾ തന്നെ ഇപ്പുറത്തേക്ക് എഴുതുമ്പോൾ, ഞാൻ ഡിജിറ്റൽ നോട്ട്സ് ആയിരുന്നു പ്രിഫർ ചെയ്യുക. അപ്പോൾ ടൈപ്പ് ചെയ്യുമ്പോഴത്തേക്ക് അത് കുറച്ചുകൂടെ നമ്മുടെ ബ്രെയിൻ അതിൽ പ്രോസസ്സ് ചെയ്യുന്നതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ മൂന്നാമത് ലോജിക്, അത് UPSC ക്ലാസിക്സും. പിന്നെ എനിക്ക് തോന്നുന്നു സാറുമായിട്ട് ഏറ്റവും കൂടുതൽ സെഷൻ കഴിഞ്ഞാണ് പ്രിലിംസിന് എടുത്തിട്ടുള്ളത് ഞാനും ആദറും ആശയൊക്കെയാണ്. അപ്പൊ നമ്മൾ എല്ലാ ആഴ്ചയും എല്ലാ ടെസ്റ്റും ഒരു ടെസ്റ്റ് വിടാതെ ഞാൻ ഇരുന്നില്ല. പ്രിലിംസിനും അതെ മെയിൻസിനും അതെ ഏറ്റവും കൂടുതൽ സെഷൻ എടുത്ത് ശല്യം ചെയ്തിട്ടുള്ളത് ഞാനാണ്. അപ്പൊ അത് ലോജിക്ക് നമ്മൾ മാക്സിമം PYQ അതേപോലെ തന്നെ PYQ ക്ലാസിക്സിൽ കവർ ചെയ്തു. അതിനുശേഷം ബാക്കിയുള്ളത് നമ്മൾ അല്ലാത്ത സെഷൻസിൽ മോക്ക് ടെസ്റ്റിന്റെ എല്ലാം അവിടെയും കവർ ചെയ്തു. പിന്നെ എനിക്ക് ഏറ്റവും ബെനിഫിറ്റ് ആയിട്ട് തോന്നിയത് ലാസ്റ്റ് 10 days, അതായത് എനിക്ക് തോന്നുന്നു May 25 എക്സാം, May 15 കഴിഞ്ഞിട്ട് ഞാൻ ബാക്കി എല്ലാം നിർത്തി പ്രോപ്പറായിട്ട് PYQ, അതായത് 95 തൊട്ടുള്ള 30 years PYQന്റെ ബുക്ക് ഉണ്ടായിരുന്നു. അപ്പൊ അത് പ്രോപ്പറായിട്ട് എല്ലാ ക്വസ്റ്റ്യൻ നോക്കി. അങ്ങനെ കുറെ എണ്ണം കിട്ടി, കാരണം അരിഘട്ടയൊക്കെ കഴിഞ്ഞ തവണ റിപ്പീറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ കുറെ കൂടെ കണ്ടന്റ് നമുക്ക് ചെയ്യാൻ പറ്റി. ഇതാണ് ഞാൻ ജനറലി ചെയ്ത ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ലോജിക്കൽ മെത്തേഡ്സിന്റെ കാര്യം പറഞ്ഞല്ലോ. അപ്പോൾ നേരത്തെ പറഞ്ഞ ക്ലാസിക്സ് ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആദ്യ കാലങ്ങളിൽ ആദ്യം നമ്മളത് ഫോളോ ചെയ്യുന്ന സമയത്ത് നമുക്കത് ആ ക്വസ്റ്റ്യൻസ് നമുക്ക് ഇത് കേൾക്കുമ്പോൾ നമ്മളെ കൊണ്ട് നമുക്ക് ഇത് എന്നെ കൊണ്ട് പറ്റുമോ ഡൗട്ട് ഉണ്ടായിരിക്കും. അത്തരത്തിലുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് അത് ഓവർകം ചെയ്തു വന്നത്? അത് എസെൻഷ്യലി നമുക്ക് ഇതൊരു ഫേസ് ഉണ്ട്. ആദ്യം നമ്മൾ വരുമ്പോൾ UPSC ക്ലാസിക്സ് കാണുമ്പോൾ ലോജിക്കൽ മെത്തേഡ് കാണുമ്പോഴത്തേക്ക് നമുക്ക് തോന്നും ഇത് എല്ലായിടത്തും വർക്കാവുന്ന ഒരു ഡൗട്ട് നമുക്കുണ്ടാവും. അപ്പൊ നമ്മളിത് ചെയ്യാൻ പാടിക്കും. അപ്പം കുറച്ച് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലായി ഇത് വർക്ക് ആവുന്നുണ്ടെന്ന് പറയും. അപ്പൊ നമ്മൾ ഇതിന് ഭയങ്കരമായിട്ട് ആവശ്യമില്ലാത്തടത്ത് എല്ലാം കയറി നമ്മളിത് അപ്ലൈ ചെയ്യാൻ നോക്കും. അപ്പോൾ ഇതൊരു ഇങ്ങനൊരു ഫേസ്, എങ്ങനെ കയറി കുറച്ച് കഴിയുമ്പോൾ നമുക്ക് അതിന്റെ കറക്റ്റ് മീറ്റർ കിട്ടും. ആ മീറ്റർ എപ്പോൾ കിട്ടുന്നു എന്നുള്ളതാണ് നമ്മുടെ ഒരു ഇമ്പോർട്ടൻസ് ആണ്. ഇത് എവിടെ അപ്ലൈ ചെയ്യണം, ഏതൊക്കെ ടൈപ്പ് ക്വസ്റ്റ്യൻസിലാണ് നമ്മളിത് ഫോക്കസ് ചെയ്യേണ്ടത്, എങ്ങനെ ഒരു ലിമിറ്റ് ഉണ്ടാവും എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഡൗട്ടിങ് സ്റ്റേജ് പെട്ടെന്ന് കഴിഞ്ഞു. കാരണം ഞാൻ നോക്കുമ്പോൾ ഞാൻ ആ സമയത്ത് ഫസ്റ്റ് അറ്റംപ്റ്റിലൊക്കെ കുറെ PYQ അല്ല കുറെ ടെസ്റ്റ് എടുക്കുന്നതുകൊണ്ട് കുറെ അടുത്ത് ഇത് വർക്ക് ആവുന്നുണ്ടെന്നുള്ളത് എനിക്ക് മനസ്സിലായി. പക്ഷെ പിന്നീടാണ് ഈ പറയുന്നത് പോലെ റാഷണാലിറ്റി, സാർ എപ്പോഴും എന്നോട് പറഞ്ഞിട്ടുള്ള കാര്യം, ഒരു സാധനം നമ്മൾ പറയുമ്പോൾ അത് റാഷണൽ ആയിരിക്കണം എന്നുള്ളതാണ്. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ ഇതേ സാധനം തന്നെ പല ആൾക്കാരും വളരെ ഇറാഷണൽ ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ നമ്മുടെ ഇടയിൽ തന്നെ സ്പ്രെഡ് ചെയ്യും, കുറെ അൺഇൻഫോംഡ് ഒപ്പീനിയൻസ് വരും. അപ്പൊ അതിൽ നിന്നൊക്കെ നമ്മളൊന്ന് മാറി നിൽക്കുക എന്നുള്ളതാണ്. നമുക്ക് എപ്പോഴും ഈ റാഷണാലിറ്റി ലൈഫിലാണെങ്കിലും എക്സാമിലാണെങ്കിലും ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഒരു സ്റ്റേറ്റ്മെന്റ് ഒരിടത്ത് തരണം എന്നുണ്ടെങ്കിൽ ആ സ്റ്റേറ്റ്മെന്റിനെ തെറ്റിക്കുന്നതിന് ഒരു രീതിയുണ്ട്. ഒരു പരിധി ഒരു ലിമിറ്റിൽ അപ്പുറം അവരത് തെറ്റിക്കില്ല. അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ഇതൊരു മനുഷ്യനിടുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ അയാൾക്ക് ഒരു സ്റ്റേറ്റ്മെന്റ് തെറ്റിക്കണം എന്നുണ്ടെങ്കിൽ ദർ ആർ സെർട്ടൺ നമ്പർ ഓഫ് പോസിബിലിറ്റീസ്, അല്ലാതെ ഇൻഫിനിറ്റ് പോസിബിലിറ്റീസ് ഇല്ല. ഇപ്പൊ ഒരിടത്തൊരു നോട്ട് ഇടുക, ഒരിടത്തൊരു ഓൺലി ഇടുക, അങ്ങനെയൊക്കെ അയാൾക്ക് അത് തെറ്റിക്കാൻ പറ്റും. അപ്പൊ അതിനെ ഒന്ന് മനസ്സിലാക്കി ആ രീതിയിൽ അതിനെ അപ്രോച്ച് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് അതൊന്ന് വളരെ കറക്റ്റ് മീറ്ററിലേക്ക് വന്നത്. പിന്നെ ഞാൻ എല്ലാവരോടും എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, ലോജിക് എലോൺ നമ്മളെ ഹെൽപ്പ് ചെയ്യില്ല. നമ്മുടെ ലോജിക്ക് ഹെൽപ്പ് ചെയ്യണമെങ്കിൽ കണ്ടന്റ് സെറ്റ് ആയിരിക്കണം. നമ്മുടെ കണ്ടന്റ് എത്രമാത്രം ഷാർപ്പാണോ അത്രമാത്രം നമ്മുടെ ലോജിക്കും ഷാർപ്പാണ്. അതെപ്പോഴും നമ്മൾ സാറിന്റെ അടുത്ത് വരുമ്പോൾ സാറിന് ഇത് കിട്ടുന്നുണ്ടല്ലോ, നമുക്കിത് കിട്ടുന്നില്ല. കാരണം ഞാനെല്ലാം സാർ പഠിച്ചിട്ടുണ്ട്, നമ്മൾ അത്രയും പഠിച്ചിട്ടില്ല. അപ്പൊ നമ്മളത് പഠിക്കണം. അപ്പൊ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ കണ്ടന്റ് നമുക്ക് ഉണ്ടെങ്കിൽ നമ്മുടെ ലോജിക്ക് അതിനനുസരിച്ച് നമുക്ക് ഷാർപ്പാക്കാൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ്. പ്രിലിംസിൽ ശരിക്കും ഇതൊരു MCQ ആണല്ലോ. നമ്മൾ ഈ ക്വസ്റ്റ്യൻ അങ്ങ് കുത്തണം, അത് ബബിൾ ചെയ്യണം. ആ സമയത്ത് ഒരു ഭയങ്കര ഒരു സ്ട്രെസ്, ആങ്സൈറ്റി കാര്യങ്ങളൊക്കെ ഉണ്ടാവും. കാരണം അതൊരു 100 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. അപ്പോൾ ഭയങ്കര എക്സാം സ്ട്രെസ് ശരിക്കും ഒരുവിധം എനിക്ക് തോന്നുന്നു മെയിൻസിനെക്കാളും ഒരുപക്ഷെ ഫേസ് ചെയ്യേണ്ട ഒരു പ്രിലിംസിലായിരിക്കും. അത് ശരിക്കും നമ്മുടെ ഇമോഷണൽ കോഷ്യന്റിന്റെ ഒരു സാധനമാണല്ലോ. പക്ഷെ നമ്മൾ കൂടുതൽ ട്രെയിനിങ്ങിലൊക്കെ ഫോക്കസ് ചെയ്യുന്നത് ഈ പറഞ്ഞ നമ്മൾ ഈ ആപ്റ്റിറ്റ്യൂഡിലാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. പക്ഷെ അതൊരു ആറ്റിറ്റ്യൂഡ് കമ്പോണന്റ് ആണല്ലോ. അപ്പൊ അത്തരത്തിലുള്ള ആ ഒരു ആറ്റിറ്റ്യൂഡ് കൾട്ടിവേറ്റ് ചെയ്ത് അല്ലെങ്കിൽ സ്ട്രെസ് അങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നത് അതെന്തായിരുന്നു, എങ്ങനെയായിരുന്നു കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്? എനിക്കങ്ങനെ ഇമോഷണൽ ക്വസ്റ്റ്യൻ ഇല്ല എന്നാണ് പൊതുവേ എല്ലാവരും പറഞ്ഞ് കേട്ടിട്ടുള്ളത്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞത് ഈ കെയർലെസ് എന്ന് പറയുന്ന ഒരു സാധനം പല മുന്നിൽ എനിക്കുള്ള ഇതെന്ന് പറഞ്ഞാൽ ഞാൻ ഈസി ഗോയിങ് ആണ്. ഞാൻ സ്ട്രെസ് അടിക്കില്ല. സ്ട്രെസ്ഡ് ആവുന്ന ഒരു സാധനം എനിക്ക് വന്നത് മെയിൻസിലാണ്. അത് മെന്റൽ സ്ട്രെസ് അല്ല, ഫിസിക്കൽ സ്ട്രെസ് ആണ്. എഴുതി ഇതായിട്ട് വരണേ. പക്ഷെ പ്രിലിംസിനെ സംബന്ധിച്ചിടത്തോളം 2 മണിക്കൂറേ ഉള്ളൂ. അപ്പൊ കറുപ്പിച്ചാൽ മതി. അത്ര എഫേർട്ട് ഇല്ലാത്തതുകൊണ്ട് ഭയങ്കര ഈസി ഗോയിങ് ആണ്. അതുകൊണ്ടാണ് ഈ കെയർലെസ് മിസ്റ്റേക്ക് വരുന്നത്. ഇത്തവണ ഞാൻ നേരെ തിരിച്ചുള്ള ഒരു സ്ട്രെസ് ആണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഞാൻ നോക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് ആൻസർ കിട്ടുന്നു. അപ്പം ഞാൻ നോക്കുമ്പോൾ ഒരു പോയിന്റ് എത്തുമ്പോൾ ഞാനിങ്ങനെ കറുപ്പിക്കുമ്പോൾ ഫസ്റ്റ് റൗണ്ടിൽ ഞാൻ ഒരിക്കലും അത് ചെയ്യില്ല. കാരണം ഞാനിവിടെ പ്രോപ്പറാണ്, എനിക്ക് 100% ഷുവർട്ടി ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ അവിടെ ഫസ്റ്റ് റൗണ്ടിൽ ചെയ്യത്തുള്ളൂ. അത് ഞാൻ എൻ്റെ 2021 അറ്റംപ്റ്റ് മുതൽ ഇവിടം വരെ ഞാൻ കീപ്പ് ചെയ്തിട്ടുള്ള ഒരു കാര്യം അതാണ്. കാരണം ഒരു 7 to 8 എന്നുള്ള സാധനം അല്ലെങ്കിൽ ഒരു 10 മാക്സിമം, അതിനപ്പുറത്തേക്ക് ഫസ്റ്റ് റൗണ്ടിൽ ഞാൻ പോവില്ല. ഈവൻ ഇഫ് ലോജിക്കലി കട്ട് ചെയ്യാന്നുണ്ടെങ്കിൽ പോലും ഞാൻ സെക്കൻഡ് റൗണ്ടിൽ വയ്ക്കുള്ളൂ. അത് ഇവിടെ നമ്മൾ ടെസ്റ്റ് എടുക്കുമ്പോൾ നമ്മൾ ഫോളോ ചെയ്യുന്നതാണ് ലോജിക്ക് എവിടെയൊക്കെ ഷാർപ്പ് ആക്കണം എന്നറിയാൻ വേണ്ടിയിട്ട്. അത് അല്ലെങ്കിൽ നമ്മുടെ കൗണ്ട് തെറ്റിപ്പോകും. പക്ഷെ
ഈ എക്സാമിന് വന്നപ്പോൾ ഫസ്റ്റ് റൗണ്ടിൽ ഞാൻ അത്ര ചെയ്തു, പക്ഷെ സെക്കൻഡ് റൗണ്ടിൽ ഒരുപാട് അറ്റംപ്റ്റ് പോകും. അപ്പോൾ എനിക്ക് ഭയങ്കര സ്ട്രെസ്ഡായി, ഇത് ഞാൻ ചെയ്യുന്നത് ശരിയാണോ, കാരണം കൈ നമ്മുടെ കൺട്രോളിൽ നിൽക്കാതെ OMR കറുപ്പിക്കുന്ന ഒരു രീതി. അപ്പോൾ ഞാനൊന്ന് ഒരു പോസ് എടുത്തു, ഒന്ന് വെയിറ്റ് ചെയ്തു, എന്നിട്ട് ഞാൻ നോക്കി, എനിക്ക് അതേ പേസിൽ തന്നെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ ഫൈൻ, പോട്ടെ, കുഴപ്പമില്ല, എന്നെ ട്രസ്റ്റ് ചെയ്യാന്നുള്ളതാണ് ആ പോയിന്റിൽ ഞാൻ ചെയ്തത്. കാരണം ഈ അറ്റംപ്റ്റിൽ ഞാൻ പഠിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം, കുറേ ക്വസ്റ്റ്യൻസ് PYQ ആണെന്ന് എനിക്കറിയാം, എനിക്ക് കിട്ടുന്നുണ്ട്. ആ ഫ്ലോയിൽ ഞാൻ ചെയ്തു. ഞാൻ ആദ്യമായിട്ട് ഞാൻ 90 അറ്റംപ്റ്റ്സ് ഈ ഇതിലാണ് ചെയ്തത്. അത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് തന്നെ വന്നു. എനിക്ക് മാർക്ക് ഇതുവരെ വന്നിട്ടില്ല, പക്ഷെ ഞാൻ പ്രിലിംസ് കഴിഞ്ഞ് നേരെ വീട്ടിൽ വന്നപ്പോൾ ഒരു അക്കാഡമിയുടെ കീ വന്നിരുന്നു. ഞാനത് വന്നു, 5 മിനിറ്റ്സിൽ കീ വന്നു. ഞാൻ നോക്കുമ്പോൾ എനിക്ക് ആ കീ പ്രകാരം 116 മാർക്ക് ഉണ്ട്. അപ്പൊ ഞാൻ ഉറപ്പിച്ചു ഓക്കെ ഫൈൻ എന്ന് പറഞ്ഞാൽ അടച്ചു വെച്ചു എന്നുള്ളതാണ്. സിദ്ധാർത്ഥ ആദ്യത്തെ അറ്റംപ്റ്റിൽ ഒരു 10 താഴെ എന്ന് പറയുമ്പോൾ ഐ തിങ്ക് യു ആർ ഹെവിലി ഡിപ്പെൻഡ് ഓൺ ദാറ്റ് ലോജിക്കൽ ഡിഡക്ഷൻസ്. ഓക്കെ, അങ്ങനെയാണ് നമുക്ക് 10 അറ്റംപ്റ്റ് മാത്രം ആദ്യത്തെ റൗണ്ടിൽ ചെയ്തിട്ട് നമുക്ക് 90 എത്തിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ നന്നായിട്ട് ആ ഒരു ഡിഡക്ഷൻസിൽ വർക്ക് ചെയ്യണം. നമുക്ക് ഒരുപാട് മെത്തേഡ്സ് ഉണ്ടല്ലോ, നമ്മൾ കുറെ മെത്തേഡ്സ് പറയാറുണ്ടായിരിക്കും. സിദ്ധാർത്ഥിന്റെ ഒരു ഫേവറേറ്റ് മെത്തേഡ് ഏതാണ്? ഫേവറേറ്റ് മെത്തേഡ് അല്ല, A to Z മെത്തേഡ് നമുക്കറിയാലോ. എനി ജനറൽ സ്റ്റേറ്റ്മെന്റ്, സ്പെസിഫിക് സ്റ്റേറ്റ്മെന്റ്. കാരണം അത് ഒരുപാട് ടെൻഷൻ ഇല്ല, നമുക്ക് ഏകദേശം, അതായത് കഴിഞ്ഞ ഒരു 10 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഏകദേശം 100% ശരിയാവുന്ന ഒരു മെത്തേഡാണ്. അത് അത്യാവശ്യം വർക്ക് ചെയ്യുന്ന ഒരു സാധനമാണ്. പിന്നെ നമ്മൾ നോക്കിയിട്ടുള്ള ഒരു സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വേർഡ് ഡീകൺസ്ട്രക്ഷൻ. ഒന്ന്, ഞാൻ ലാംഗ്വേജ് ആണ് എൻ്റെ ബാക്ക്ഗ്രൗണ്ട്, അപ്പോൾ വേർഡ് ഡീകൺസ്ട്രക്ഷൻ നമുക്ക് എപ്പോഴും ഇൻട്രസ്റ്റ് തോന്നുന്നൊരു ഇതാണ്. അപ്പൊ അതും ഭയങ്കര ഇഷ്ടമുള്ള മെത്തേഡാണ്. പക്ഷെ ആഫ്റ്റർ ഓൾ എനി മെത്തേഡ്സ് എനിക്ക് ഏറ്റവും എപ്പോഴും, ഞാൻ ഇവിടെ മാത്രമല്ല, ഞാൻ ഇടയ്ക്ക് നെറ്റ് എക്സാമിന് കോച്ചിങ് എടുക്കുന്നുണ്ടായിരുന്നു, അല്ലെങ്കിൽ വേറെ ആരെന്നോട് ചോദിച്ചാലും ഞാൻ പറയുന്നത്, ഒരിക്കലും നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്നത് ആദ്യം എടുക്കരുത്. സാർ ആദ്യം പറഞ്ഞത്, നിങ്ങൾക്ക് ഏറ്റവും തെറ്റ് എന്ന് തോന്നുന്ന സ്റ്റേറ്റ്മെന്റിനെ ആദ്യം കട്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ളത്. അതാണ് ഞാൻ എപ്പോഴും ഫോളോ ചെയ്യുക. ഐ ആം നോട്ട് ലുക്കിംഗ് ഫോർ ദ റൈറ്റ് ആൻസർ. ഞാൻ നോക്കുന്നത് ഏതാണ് ഹൈ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് റൈറ്റ് എന്നുള്ളത് നോക്കി അങ്ങനെ വരുമ്പോഴാണ് എനിക്കത് കൂടുതൽ വർക്ക് ചെയ്തിട്ടുള്ളത്. അത് റാഷണലുമാണ്, അതെപ്പോഴും ഒരു റാഷണൽ മെത്തേഡായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ നമ്മളൊരു UPSC പ്രിപ്പറേഷൻ പറയുമ്പോൾ പൊതുവേ ഭയങ്കര നമുക്ക് ഫീൽ ചെയ്യുമ്പോൾ ടൈറ്റ് ആണ്, ഹെക്ടിക് ആണ്, ഇതിനെ കുറച്ച് കാര്യം ഉണ്ടായിരിക്കും. സിദ്ധാർത്ഥിന്റെ ഫാമിലി ഇതിലെങ്ങനെയാണ് ഈ ഒരു പ്രിപ്പറേഷൻ ഒന്ന് ഇതാക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്തിരിക്കുന്നത്? ഫാമിലി ഡെഫിനറ്റ്ലി അവരാണ് ഈ പില്ലർ എന്ന് പറയുന്നത്. കാരണം അവരില്ലെങ്കിൽ പിന്നെ എനിക്ക് പ്രിപ്പറേഷൻ ഇല്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന്, എൻ്റെ ഒരു ചോയ്സ് അല്ലെങ്കിൽ ഡ്രീംസ് ഒരു പോയിന്റിൽ അവരങ്ങനെ എതിർത്തിട്ടില്ല. ഇപ്പൊ UPSC വീണ്ടും വീണ്ടും എഴുതണം എന്ന് പറഞ്ഞു, ഞാൻ എഴുതി മടുത്താലും അവർക്കും മടുക്കില്ല, പോയിട്ട് വാ എന്നുള്ളൊരു രീതിയായിരുന്നു. അത് ഫസ്റ്റ് തിങ്. ആൻഡ് മിക്ക ആൾക്കാരും ഇവിടെ വരുമ്പോൾ എല്ലാവരും പറയുന്നത് എക്സ്റ്റൻഡഡ് ഫാമിലി ഒളിഞ്ഞാണ് നിൽക്കുന്നത്, വീട്ടിലാരും പറയാറില്ല. എനിക്ക് അങ്ങനെയല്ല. എൻ്റെ അച്ഛന് 3 അനിയന്മാരാണ്, അമ്മയ്ക്ക് ഒരു ബ്രദറാണ്. ഇവരും ഇവരുടെ പാർട്ട്നേഴ്സ്, ഇവരുടെ കുട്ടികൾ, ഇവരെല്ലാവരും വെയിറ്റ് ചെയ്യുന്നത് എൻ്റെ എക്സാം വേണ്ടിയിട്ടാണ്. അപ്പോൾ അവർ ഒരു പോയിന്റിൽ പോലും ഞാൻ ലീവ് എടുക്കുന്നതിന്, ഞാൻ സെക്രട്ടേറിയറ്റിൽ നിന്ന് ലീവ് എടുക്കുമ്പോൾ എൻ്റെ ഒരു പ്രൊമോഷൻ പ്രോസ്പെക്ട്സ് ഒരുപാട് പോയി. കാരണം എൻ്റെ സീനിയോറിറ്റി 100 പേരുടെ താഴേക്കാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ അങ്ങനെ ഒരു റിസ്ക് ഞാൻ എടുക്കുമ്പോൾ പോലും ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞ് സപ്പോർട്ട് ചെയ്ത് എൻ്റെ ഈ ഫാമിലി, എൻ്റെ ഫാമിലി അച്ഛനമ്മ അനിയത്തി മാത്രമല്ല എക്സ്റ്റെൻഡഡ് ഫാമിലി ഉൾപ്പെടെ ആണ് ആ ഒരു സപ്പോർട്ട് സിസ്റ്റം ചെയ്തത്. എനിക്ക് ഏറ്റവും ഇതായിട്ട് തോന്നുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കഴിഞ്ഞ പ്രിലിംസ് എഴുതുന്നതിന് മുന്നെയാണ് എൻ്റെ അച്ഛൻ്റെ മൂത്ത ബ്രദറിന്റെ മോളുടെ കല്യാണം ഫിക്സ് ചെയ്തു. അവരാദ്യം വെച്ച ഡേറ്റ് ഓഗസ്റ്റ് 24 അപ്പൊ ഞാൻ ചിറ്റയെ വിളിച്ചിട്ട് പറഞ്ഞു, ചിറ്റ ആ സമയത്ത് മെയിൻസ് ആണ്. അതെന്താ, ഞാൻ പ്രിലിംസ് പോലും എഴുതിയിട്ടില്ല. ഞാൻ പറഞ്ഞു, സർ ചിറ്റ ആ സമയത്ത് മെയിൻസ് ആണ് വരുന്നത്, അതുകൊണ്ട് നമുക്ക് കല്യാണം ഒന്ന് മാറ്റി വെക്കാൻ പറ്റും. മാറ്റി വെച്ചു. ആലോചിച്ചു, ഞാൻ അന്ന് 3 പ്രിലിംസ് തോറ്റ ആളാണ്. അപ്പോൾ എൻ്റെ ഈ വർഷത്തെ പ്രിലിംസ് ഞാൻ പാസ്സാവണം, എന്നാലും എനിക്ക് മെയിൻസ് ഉള്ളൂ എന്നും പറഞ്ഞ് UK നിന്ന് വരുന്ന അവളുടെ ടിക്കറ്റ് ഞാൻ മാറ്റി എടുപ്പിച്ച്, എൻ്റെ അച്ഛൻ്റെ വേറൊരു ബ്രദർ ഓസ്ട്രേലിയ, അവരുടെയും ടിക്കറ്റ് മാറ്റി എടുപ്പിച്ചിട്ട് ഞാൻ കല്യാണം സെപ്റ്റംബറിലേക്ക് മാറ്റി. അത് പക്ഷെ അതുകൊണ്ട് പ്രിലിംസ് പഠിക്കാൻ എനിക്ക് അതായിരുന്നു. ഇല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് അങ്ങോട്ടേക്ക് കയറാൻ പറ്റില്ല. കാരണം ഈ കല്യാണം മാറ്റി ഇത്രയും ചെലവ് കൂട്ടിയിട്ട് അപ്പൊ ഞാൻ പ്രിലിംസ് പാസ്സാവേണ്ടത് എൻ്റെ ഫാമിലിയുടെ കൂടെ ഒരാവശ്യമായിരുന്നു. അപ്പം ഇന്നലെ പറഞ്ഞു, ഞാൻ പാസ്സായപ്പോഴത്തേക്ക് അവൾ എന്നോട് ചോദിച്ചു, കല്യാണം വരെ മാറ്റി വെച്ച് നിങ്ങളുടെ ഒറ്റൊരാളുടെ പരീക്ഷയ്ക്ക് വേണ്ടിയാണ്, അത് പഠിച്ച് പാസ്സായില്ലായിരുന്നെങ്കിൽ പ്രശ്നമായേനെ. അപ്പൊ അങ്ങനെയാണ് എൻ്റെ ഫാമിലി എല്ലാ പോയിന്റിലും സപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഈവൻ എഗെയിൻ ഈ പറയുന്നില്ല, അതൊരു സോഷ്യോ എക്കണോമിക് പ്രിവിലേജ് കൂടിയാണ്. ഇപ്പൊ എനിക്ക് എൻ്റെ ഫാമിലിയെ ലുക്ക് ആഫ്റ്റർ ചെയ്യേണ്ടി വന്നിട്ടില്ല. ഒരുപാട് ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട് ഫാമിലിയിലെ ബുദ്ധിമുട്ടുകൾ, കാര്യങ്ങൾക്കിടയിൽ പഠിച്ചു വരുന്നത്. അപ്പൊ ഞാൻ എപ്പോഴും ഞാൻ വിചാരിക്കുന്ന ഒരു കാര്യം, ആ കാര്യത്തിൽ ഞാൻ കുറച്ച് ബ്ലെസ്ഡ് ആണ്. ഒരു പോയിന്റിലും അങ്ങനെ വരാത്തത് കൊണ്ട് അതൊരു പ്രിവിലേജ് ആണ്. അപ്പൊ അതില്ലാത്ത ആൾക്കാരുടെ വിജയത്തിന് എപ്പോഴും എൻ്റെ വിജയത്തിനേക്കാൾ ഒരു മാറ്റ് കൂടുതലാണെന്നും ഞാൻ വിചാരിക്കുന്നുണ്ട്. ആൻഡ് അഗെയിൻ എൻ്റെ ഫാമിലി ഏറ്റവും ബുദ്ധിമുട്ട് അനുഭവിച്ച സാധനം എന്ന് വെച്ചാൽ, ഞാൻ ഇവിടെ റീഡിംഗ് റൂമിലാണ്, 2 മണി 3 മണിക്കാണ് ഞാൻ പോകുന്നത്. എൻ്റെ അമ്മ ഇന്നലെ എന്നോട് പറഞ്ഞു, ഇനിയെങ്കിലും ദയവ് ചെയ്ത് 10 മണിക്ക് വീട്ടിൽ കയറണം എന്നുള്ള സാധനമാണ്. കാരണം ഒരുപാട് കാര്യങ്ങൾ ഞാൻ അവൈലബിൾ ആയിട്ടില്ല. കാരണം ഈ ഒരു ഏജിൽ ആരാണെങ്കിലും കുടുംബത്തിൽ കുറച്ച് ഉത്തരവാദിത്തം കാണിക്കണം. എനിക്കത് ഞാൻ കാണിച്ചിട്ടില്ല. അപ്പൊ അവര് എൻ്റെ കൂടെ, ഞാൻ കൂടെ ചെയ്യേണ്ട കാര്യങ്ങൾ അവർ ഷെയർ ചെയ്ത് എടുത്തുകൊണ്ടാണ്. ഇപ്പൊ എൻ്റെ അനിയത്തി ആണെങ്കിലും ഞാൻ ഈ ലീവ് എടുത്ത് ഇതിന് വരുമ്പോഴാണ് അവർക്ക് 18 ലൈസൻസ് കിട്ടുന്നത്. പിന്നെ അതുവരെ ഞാൻ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളൊക്കെ അവള് ചെയ്യാൻ തുടങ്ങി. അപ്പൊ അങ്ങനെ നമ്മൾ ആരും ഒറ്റയ്ക്കൊന്നും നേടുന്നില്ലല്ലോ സാർ. അത് എല്ലാ ആൾക്കാരെയും ഒരു
കൂട്ടാണ്. അപ്പൊ അത് ആ ഒരു ഫാമിലിയുടെ സപ്പോർട്ട് എല്ലാ കാലത്തും എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ഇതേപോലെ തന്നെ ഞാൻ പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ബാച്ചും നിങ്ങളിവിടെ ക്ലാസ്സിലുള്ള സമയത്താണെങ്കിലും അപ്പോൾ ഒരുപാട് രസമുള്ള, അതായത് ഒരു ഭയങ്കര സ്ട്രെസ് റിലീവിംഗ് ആയിട്ടുള്ള ഒരു ബാച്ചായിരുന്നു. നിങ്ങൾക്ക് ഒരുപാട് ഇവിടെ ഭയങ്കര ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളായിരുന്നു. അപ്പോൾ എങ്ങനെയാണ് പിയർ ഗ്രൂപ്പ് സിദ്ധാർത്ഥിനെ ഈ ഒരു പ്രിപ്പറേഷൻ ജേർണിയിൽ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത്? പിയർ ഗ്രൂപ്പ് സർ, ആദ്യം പ്രിപ്പറേഷന്റെ പിയർ ഗ്രൂപ്പ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇവിടെ പല ജനറേഷനായി. കാരണം ഞാൻ 4 വർഷം ആയതുകൊണ്ട് പല പ്രൈം ബാച്ചിലുള്ള ആൾക്കാർ, പല പ്രിലിംസ് കില്ലർ ബാച്ചിലുള്ള ആൾക്കാരും ഒക്കെ ആയിട്ട് അങ്ങനെ ഗ്രൂപ്പ്സ് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതിനേക്കാളൊക്കെ ബിയോണ്ട് ഞാൻ ഇന്നലെ വന്നപ്പോഴും ഫസ്റ്റ് പറഞ്ഞ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു പോയിന്റിലും പ്രിപ്പറേഷൻ നിർത്തി പോകാൻ എനിക്ക് തോന്നിയിട്ടില്ല. കാരണം ഞാനൊരു നമ്മൾ ആദ്യത്തെ പ്രിലിംസ് കഴിഞ്ഞിട്ട് നമ്മൾ വൈകുന്നേരം ഇവിടെ വന്നിരുന്ന് പാട്ട് പാടുന്നു, അടിച്ചു പൊളിക്കുന്നു, ഡാൻസ് കളിക്കുന്നു. പിന്നെ ഫസ്റ്റ് അറ്റംപ്റ്റിൽ നമ്മൾ കുറെ അധികം ഹോളി, വിഷു സെലിബ്രേഷൻ, എല്ലാത്തിനും സെലിബ്രേഷൻ ആയിരുന്നു. അപ്പൊ ആ ഇതിലുണ്ടായ ഒരു ബോണ്ട് ഉണ്ട്. അതുകൊണ്ട് ഞാൻ എപ്പോഴും പറയും, അന്ന് വന്ന ആൾക്കാർ ഇപ്പോഴും പ്രിപ്പറേഷൻ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. പാസ്സായി പോയവരുണ്ട്. പാസ്സായി പോയവരാണെങ്കിലും ഒരു ചെറിയ ഗ്യാപ്പ് കിട്ടി ഇങ്ങോട്ടേക്ക് വരും. അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെന്റ് പലയിടങ്ങളിൽ പ്ലേസ് ആയിട്ടുള്ള ഫ്രണ്ട്സ് ഉണ്ട്. ഇവിടെ തന്നെ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഇതൊരു ഫാമിലി സിസ്റ്റം എന്നുള്ള രീതിയിൽ ലീഡ് ഉണ്ടാക്കിയെടുത്തൊരു കൾച്ചറാണ്. വൺസ് യു ആർ സാർ എപ്പോഴും പറയും, വൺസ് യു ആർ എ പ്രൈം യു ആർ ഓൾവേസ് എ പ്രൈം. നമ്മൾ ഒരിക്കൽ പ്രൈമിന്റെ ഭാഗമാണെങ്കിൽ പിന്നെ ഇവിടുത്തെ ഒരു വാതിലും നമ്മുടെ മുമ്പിൽ അടയ്ക്കപ്പെടുന്നില്ല. പിന്നെ ഈ പ്രിപ്പറേഷൻ ത്രൂ ഔട്ട് എല്ലാ ആഴ്ചയും നമ്മളിവിടെ നമ്മൾ സാർ ഉൾപ്പെടെ നമ്മൾ ക്രിക്കറ്റ് കളിക്കാൻ പോകും ടർഫിൽ. അപ്പൊ അത് വലിയൊരു ഇമ്പോർട്ടന്റ് സാധനമാണ്. ഇന്നലെ നമ്മൾ ആദ്യം ഇത് ചെയ്തത് അങ്ങനെയാണ്. മിക്ക ആൾക്കാരും നമ്മൾ അടുത്ത ടർഫ് ബുക്കിംഗ് ഞാൻ ചെയ്യണം എന്നാണ് അവർ പറയുന്നത്. എന്നാലും ഈ പറഞ്ഞ പോലെ അതൊക്കെ ഭയങ്കര മൊമെന്റ്സ് ആണ്. കാരണം ഭയങ്കര സ്ട്രെസ്ഡ് ആയിരിക്കുന്ന സമയത്ത് നമ്മൾ ബാക്കി എല്ലാം കട്ട് ചെയ്ത് പ്രിപ്പറേഷനിലേക്ക് വരുമ്പോൾ ദർ ആർ ടൈംസ് ദാറ്റ് വി ഗോ ലോ. പക്ഷെ ഇത് അങ്ങനെ ഒരു പോയിന്റ് ഇല്ല. ഇവിടെ വരുന്നത് നമ്മൾ ഫുൾ ടൈം ആ ഒരു എനർജി ഹൈ എപ്പോഴും കീപ്പ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അത് വേൾഡ് കപ്പ് സെലിബ്രേഷൻ ആണെങ്കിലും, കഴിഞ്ഞ വേൾഡ് കപ്പ് ഞാൻ കഴിഞ്ഞ ആഴ്ച അമലിനോട് ഇങ്ങനെ പറഞ്ഞു, കഴിഞ്ഞ വേൾഡ് കപ്പ് ഇപ്പൊ ഫുട്ബോൾ വേൾഡ് കപ്പ് വരാണെന്ന് പറയുമ്പോൾ കഴിഞ്ഞ വേൾഡ് കപ്പിന് ഞാൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു എന്നുള്ള സാധനം. അപ്പോൾ ആ ഒരു നമ്മള് ഇന്ത്യയുടെ വേൾഡ് കപ്പ് എനിക്ക് തോന്നുന്നു 23 വേൾഡ് കപ്പ് അതും ഇവിടെയാണ് സ്ട്രീം ചെയ്തത്. അപ്പോൾ അങ്ങനെ ഒരു കംപ്ലീറ്റ്ലി നാളെ വേൾഡ് കപ്പ് 2020 ഫൈനലാണ്. അപ്പോൾ എല്ലാ ടൈമിലും എല്ലാ ആംഗിളും, ഇപ്പോൾ ഇമോഷണലി ആയിക്കൊള്ളട്ടെ, ഇതായിക്കൊള്ളട്ടെ, എല്ലാ തരത്തിലും ഒരു ഫാമിലി ബോണ്ടിങ് എനിക്ക് ഇവിടെയും ഉണ്ട് എന്നുള്ളത്. ഇന്നലെ ഞാൻ പറഞ്ഞ പോലെ റിസൾട്ട് വന്നിട്ട് ഞാൻ എന്റെ വീട്ടിൽ അമ്മയെ വിളിച്ചിട്ട് ഞാൻ ലീഡിൽ പോകണു എന്ന് പറഞ്ഞിട്ട് വീട്ടിൽ പോലും ഞാൻ പോയിട്ടില്ല. ഞാൻ നേരെ ഇങ്ങോട്ടേക്കാണ് വരുന്നത്. അപ്പോൾ ഇന്നലെയും റിസൾട്ട് ഞാൻ 1.5 മണിക്കൂറേ വീട്ടിൽ നിന്നുള്ളൂ. വീട്ടിൽ പോയിട്ട് തിരിച്ച് ഞാൻ വീണ്ടും ഇങ്ങോട്ടേക്കാണ് വന്നത്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഇവിടുത്തെ ഒരു എക്കോസിസ്റ്റം എന്ന് പറയുമ്പോൾ, നോട്ട് ഈവൻ ഫാക്കൽറ്റി, ഇന്നലെ പറഞ്ഞ ഫാക്കൽറ്റി മാത്രമല്ല, ഇത് സ്റ്റുഡൻസ് മാത്രമല്ല, സ്റ്റാഫ് ആണെങ്കിലും അമല ആയിക്കൊള്ളട്ടെ, ഷാരോൺ ആയിക്കൊള്ളട്ടെ, അബിലാല്, ജനീൽ, റഷാദ്, അസ്ലം, പറയാൻ തുടങ്ങിയാൽ ഒരുപാട് പേരുണ്ട്. അപ്പം ഓൾ പീപ്പിൾ എല്ലാവരും നമ്മുടെ ഒരു ലൈഫിന്റെ വളരെ അഭിവാജ്യമായ ഒരു പാർട്ടാണ്. നമ്മളിപ്പോൾ ഈ സന്തോഷം വരുമ്പോൾ ഷെയർ ചെയ്യാന്നുള്ളത് ഭയങ്കര രസമുള്ള കാര്യമാണ്. അപ്പൊ നമുക്ക് പലപ്പോഴും പണ്ട് വിഷ്ണു റാങ്ക് അടിച്ച സമയത്തും നിവി റാങ്ക് അടിച്ച സമയത്തൊക്കെ ഞാൻ ഇവിടെ ഇപ്പൊ നമ്മൾ കാണും, ഇപ്പം ഈ പടക്കം പൊട്ടിക്കുക, ഈ സാധനങ്ങൾ, അതിലൊരു സക്സസിൽ അവരിപ്പം കൂടെ ചേരുക, ആ ജോയ് ഷെയർ ചെയ്യാനുള്ള കാര്യം ഉണ്ടല്ലോ. അപ്പൊ അന്ന് അതേ ഗ്രൂപ്പിലുണ്ടായിരുന്നതാണ് സിദ്ധാർത്ഥ്. അതേപോലെ പിന്നെ സിദ്ധാർത്ഥ് സക്സസ് ആയി വരുന്ന സമയത്തും ഇവിടെ നിന്ന് കുറെ കുട്ടികളുണ്ടായിരുന്നു. അപ്പൊ അവരും നാളെ അങ്ങനെ സക്സസ്ഫുൾ ആയി തരും. എനിക്ക് തോന്നുന്നു ഈ ഒരു ഫ്രട്ടേണിറ്റി ആൾക്കാരെ പരസ്പരം മോട്ടിവേറ്റ് ചെയ്യുകയും പരസ്പരം സപ്പോർട്ട് ആവുകയും ചെയ്യുക എന്നുള്ളത് ഭയങ്കര നല്ലൊരു കാര്യമായിരിക്കും. ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടാണ് സാർ എനിക്ക് തോന്നിയത്. കാരണം അന്ന് ഈ പറയുന്ന പോലെ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ കാര്യം നമ്മുടെ വിജയം നമ്മളെക്കാൾ മറ്റൊരാൾക്ക് ഇമ്പോർട്ടന്റ് ആണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ നേടുന്ന ഒരു വലിയ സക്സസ് ആണ്. അപ്പൊ നമ്മുടെ വിജയം നമ്മളെക്കാൾ ഇമ്പോർട്ടന്റ് ആവുന്ന നൂറുകണക്കിന് മനുഷ്യരുള്ള ഒരു സ്ഥലമാണ് ലീഡ് എന്ന് പറയുമ്പോൾ. കാരണം വിഷ്ണുവിന്റെ സെലിബ്രേഷനിൽ ഞാൻ പാർട്ടായിരുന്നു. ഇന്നലെ എന്റെ റിസൾട്ട് വന്ന് 10 മിനിറ്റിൽ എനിക്ക് വിഷ്ണു ബെയ്ജിങ്ങിലെങ്ങാണ്ടാണ്, ചൈനയിൽ നിന്ന് വിഷ്ണുവിന്റെ മെസ്സേജ് എനിക്ക് വരുന്നുണ്ട്. ഉണ്ണി കേസിന്റെ റിസൾട്ട് ഒന്ന് അലറി വിളിച്ചൊരു ഓടി. എനിക്ക് ഇപ്പോഴും അത് മനസ്സിലായിട്ടില്ല ശ്രീജിത്ത്. അപ്പൊ ഉണ്ണിയാണെങ്കിലും APR ആണെങ്കിലും എല്ലാവരും ഇവിടെ ഉണ്ടായിരുന്നു. ഇപ്പം ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ ഇരുന്നിട്ട് നമ്മുടെ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് അവര് സെലിബ്രേറ്റ് ചെയ്യുന്നു, അവർ പറയുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് ഇറ്റ്സ് സംതിങ്. അതൊരു വലിയ ഒരു കോമ്പറ്റേറ്റീവ് എക്സാം കൾച്ചർ എന്നുള്ളതിനേക്കാൾ ഒരു കമ്മ്യൂണിറ്റി ലേണിംഗ് കൾച്ചർ എന്നുള്ള രീതിയിലേക്ക് അത് മാറ്റിയിട്ടുണ്ട്. ഓക്കെ, നമുക്കടുത്ത് മെയിൻസിൽ ചോദിച്ചു നോക്കാം. ഓക്കെ, ഞാൻ സിദ്ധാർത്ഥിനെ മനസ്സിലാക്കാൻ സിദ്ധാർത്ഥിന്റെ ആൻസേഴ്സ് ഭയങ്കര വലുതായിരുന്നു. ഭയങ്കര വലിയ ആൻസേഴ്സ്, പാരഗ്രാഫ് സ്റ്റൈലിൽ. പക്ഷെ അത് ഭയങ്കര അടിപൊളി ട്രിം ചെയ്ത് അവസാനമായപ്പോഴേക്കും സിദ്ധാർത്ഥ ഭയങ്കര കൺസൈസ് ആൻഡ് ഷാർപ്പായിട്ട് എഴുതുന്നുണ്ടായിരുന്നു. ആ ഒരു ട്രാൻസ്ഫോർമേഷൻ, അല്ലെങ്കിൽ ആ ഒരു അത്രയും വലിയ ബൾക്കി ആൻസേഴ്സ്, എനിക്ക് സിദ്ധാർത്ഥ ബാക്ക്ഗ്രൗണ്ട് ഒരു കാരണമായിട്ടുണ്ട് ഒരു ബൾക്കി ആൻസർ എഴുതാനായിട്ട്. അതിൽ നിന്ന് അത്രയും കൺസൈസ് റൈറ്റിംഗിലേക്ക് എങ്ങനെയാണ് മാറിയത്? സാർ അത് ആദ്യം ഈ പറഞ്ഞ പോലെ ലിറ്ററേച്ചർ ബാക്ക്ഗ്രൗണ്ട് ആയതുകൊണ്ട് തന്നെ എസ്സേ എഴുതിയാണ് നമുക്ക് ശീലം. നമുക്ക് പാരഗ്രാഫിൽ എഴുതി. അപ്പൊ ഇവിടെ വരുമ്പോഴും അങ്ങനെ എഴുതാൻ അറിയുള്ളൂ. അപ്പം ആദ്യത്തെ എനിക്ക് തോന്നുന്നു റിവ്യൂ സാറ് ഇതാണ് പറഞ്ഞത്. എന്റെ ആദ്യത്തെ ആൻസേഴ്സ് എല്ലാം നോക്കിക്കൊണ്ടിരുന്ന ഷഹൻ സാറാണ്. ആദ്യത്തെ മെന്റർ ഷഹൻ സാർ ആയിരുന്നു. പിന്നീടാണ് സാറിന്റെ ഡെയിലി ആൻസർ റേറ്റിംഗ് തുടങ്ങി. അതിനുശേഷം സാറാണ് ആൻസേഴ്സ് നോക്കിയത്. അപ്പൊ പറഞ്ഞു ട്രിം ചെയ്യണം, ഇത് ചെയ്യണം. പിന്നെ അണ്ടർലൈനിങ്ങിന്റെ പ്രശ്നമാണ്. അത് സാന്ദ്ര മാം ആണ്. പിന്നീട് എന്റെ റൗണ്ട് ടേബിൾ നോക്കി. സാന്ദ്ര മാം പറഞ്ഞു അണ്ടർലൈൻ
എല്ലാത്തിനും കയറി അണ്ടർലൈൻ ചെയ്യേണ്ട, ഇമ്പോർട്ടൻറ്റ് സാധനങ്ങൾ അണ്ടർലൈൻ ചെയ്താൽ മതി. അപ്പൊ അങ്ങനെ ഓരോ മെന്റേഴ്സ് ഓരോ ഇൻപുട്ട് എനിക്ക് തന്നിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് സ്വന്തമായിട്ട് ഈ സാധനം ആലോചിക്കാനുള്ള ബുദ്ധിയില്ല. ലൈക്ക് എനിക്ക് അത്ര ഓർഗാനിക് ആയിട്ട് ക്രിയേറ്റീവ് ആയിട്ട് ചെയ്യാൻ അറിയില്ല. പക്ഷെ ഞാൻ ട്രെയിനബിൾ ആണ്. പലപ്പോഴും എന്നെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അത് ഫോളോ ചെയ്യാൻ പെട്ടെന്ന് ക്യാച്ച് ചെയ്തിട്ട് അതേപോലെ ചെയ്യാൻ പറ്റും. ഒരു മോഡൽ കാണിച്ചു തന്നാൽ ഞാൻ എപ്പോഴും ഇത് ചെയ്തിട്ടുണ്ട്. ഞാൻ ഈ ടോപ്പേഴ്സിന്റെ നെവിന്റെ ആൻസർ എന്റെ മെന്റർ മെയിൻ സ്കില്ലർ റീനു ആയിരുന്നു. അപ്പം റീനു മാം തന്ന പുള്ളിക്കാരുടെ ആൻസർ ഷീറ്റ്സ്, അപ്പൊ ഇതെല്ലാം നോക്കുമ്പോൾ ഓക്കെ ആ പാറ്റേൺ പഠിക്കാൻ എനിക്ക് പെട്ടെന്ന് പറ്റും. അപ്പൊ ആ ഒരു സാധനത്തിലാണ് ഞാനിത് ട്രിമ്മിങ്ങും ബാക്കി എല്ലാ കാര്യങ്ങളും ആൻസർ മെയിൻസ് ആൻസർ റൈറ്റിംഗിന്റെ ഗ്രാജുവൽ ഇംപ്രൂവ്മെന്റ്. ഞാൻ നല്ല മോഡൽസ് ഇവിടെ ആണെങ്കിലും എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, ഫസ്റ്റ് സാർ ഡെയിലി ആൻസർ നമ്മുടെ എല്ലാവരും ആൻസർ വായിക്കും. അന്ന് ഗൂഗിളാണ് ഏറ്റവും ക്ലോസ് ഫ്രണ്ട് ഗൂഗിളാണ്. കാരണം അറിയാം 10 വർഷമായിട്ട് ഗൂഗിള് കൂടെ ഉണ്ട്. അപ്പം അവന്റെ ഇൻട്രൊഡക്ഷൻസിനെ കുറിച്ചിട്ട് സാറ് പറഞ്ഞ കാര്യങ്ങൾ, ഓരോ ആശ ലൈക്ക് എന്റെ ഏറ്റവും കൂടുതൽ സ്റ്റഡി കൂടെ നിന്നിട്ടുള്ളത് ആശയും ഹരി ഗൂഗിളും ഷാമയും ഒക്കെയാണ്. അപ്പോൾ ഇവരുടെ എല്ലാവരുടെ ആൻസേഴ്സിന് ഇൻപുട്സ് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പൊ ആ ഇൻപുട്സ് നമ്മളെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. ആശയുടെ പ്രസന്റേഷൻ ഭയങ്കര അടിപൊളിയായിട്ട് ടേബിളൊക്കെ വരച്ച് ഭയങ്കര നല്ല രീതിയിലാണ്. ഷാമയുടെ കണ്ടന്റ് ഭയങ്കര ഫാക്ച്വൽ ആയിട്ട് വളരെ ആക്യുറേറ്റ് ആയിട്ടാണ് എഴുതുന്നത്. ഹരി ക്രിയേറ്റീവ് ആയിട്ട് ഓരോ സ്കീമിന് അവൻ തന്നെ പേരിട്ട് ചില സജഷൻസ് വെക്കുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. ഇതൊന്നും എന്റെ അല്ല, ഞാൻ ഇവരുടെ അടുത്തുനിന്ന് ഇങ്ങനെ ലൈക്ക് ഐ കോപ്പി ഫ്രം അതേഴ്സ് ദ ഗുഡ് തിങ്സ് ആൻഡ് അത് പ്ലേസ് ചെയ്യാൻ ഒരുപാട് നോക്കിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞ വേർഡ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, ട്രെയിനബിൾ ആവുക എന്നുള്ളത്. പലപ്പോഴും നമ്മൾ പ്രിപ്പറേഷനെ ഭയങ്കര റിജിഡ് ആയിട്ട് നോക്കിക്കാണുന്ന സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതിൽ ഫ്ലെക്സിബിലിറ്റി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ സിദ്ധാർത്ഥിന്റെ ഒരു മെയിൻസ് പ്രിപ്പറേഷൻ മൊത്തത്തിൽ എങ്ങനെയായിരുന്നു സിദ്ധാർത്ഥ് സ്ട്രാറ്റജൈസ് ചെയ്തിട്ടുണ്ടായിരുന്നത്? സർ മെയിൻസ് പ്രിപ്പറേഷൻ ഞാൻ പറഞ്ഞല്ലോ, മെയിൻസ് പ്രിപ്പറേഷനേക്കാൾ എനിക്ക് നല്ല ഫൗണ്ടേഷൻ വന്ന എവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൗൺസ് ബാക്കിൽ. കാരണം 2024 ഞാൻ ഇവിടെ വന്ന് ഒരു ബ്രേക്ക് വന്നു. 24 എക്സാം ഞാൻ എടുത്തിട്ടില്ല. അപ്പോൾ 23 കഴിഞ്ഞ് 25 2 വർഷത്തെ എക്സാമിനേഷന്റെ ഗ്യാപ്പ് ഉണ്ട്. അപ്പോൾ ബൗൺസ് ബാക്കിലേക്ക് ജോയിൻ ചെയ്തു. ബൗൺസ് ബാക്ക് ആ തവണത്തെ ബൗൺസ് ബാക്ക് ഞാൻ ഏറ്റവും റിലീജിയസ് ആയിട്ട് ഫോളോ ചെയ്തു. ആദ്യം ഞാൻ ഒരു ബൗൺസ് ബാക്ക് ചെയ്തു, അത് പ്രോപ്പറായിട്ട് ചെയ്തില്ല. രണ്ടാമത്തത് വളരെ ഷാർപ്പ്, ഒരു ടെസ്റ്റ് പോലും മിസ് ചെയ്തിട്ടില്ല. എല്ലാ ടെസ്റ്റും എഴുതി, എല്ലാത്തിന്റെ മെയിൻസ് നോട്ടും ഉണ്ടാക്കി. ഞാൻ ഒരു അത്യാവശ്യം മെയിൻസ് റെഡി ആയിട്ട് തന്നെ ആയിരുന്നു നിന്നത് GS പാർട്ടിൽ. പക്ഷേ എന്നിട്ടും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് വന്നപ്പോൾ ഞാൻ മെയിൻ ആയിട്ട് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീകോൾ ആണ്. നേരത്തെ പറഞ്ഞ പോലെ റീകോൾ സ്ട്രാറ്റജി ഞാൻ എല്ലാ ഇതും ഈ പറഞ്ഞ പോലെ ജിസ്ലിൻ ഉണ്ടായിരുന്നു, പിന്നെ അഭിരാം, ലക്ഷ്മി, ഇവരൊക്കെ റീഡിംഗ് റൂമിലാണ്. സോ ദ തിങ് ഇസ് ഇവർക്ക് ആർക്കും എക്സാം ഇല്ല, മെയിൻസ് ഇല്ല, ഉള്ളത് എനിക്കാണ്. പക്ഷെ ഇവർ എൻ്റെ കൂടെ ഇരുന്ന് എനിക്ക് വേണ്ടി ടൈം ഇട്ട് അവർ കൂടെ പ്രിപ്പയർ ചെയ്യുന്ന ഒരു രീതിയിൽ. അപ്പൊ ആ ഒരു ബോണ്ടിങ് ഒക്കെ ഉണ്ടായത് ഇവിടെ നിന്ന് തന്നെയാണ്, ഈ സർക്കിൾസിൽ നിന്നാണ്. അപ്പൊ നമ്മൾ ഇരുന്ന് റീകോൾ ചെയ്യും, എഴുതും, കറക്റ്റ് ചെയ്യും. അപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ ഏറ്റവും കൂടുതൽ 1-on-1 സെഷൻ എടുക്കുന്ന ആൾ ഞാനാണ്. ഞാൻ എൻ്റെ ആൻസർ സാറിനെ കാണിച്ചിട്ടുണ്ട്, അൻഡൂപ് സാറിനെ കാണിച്ചിട്ടുണ്ട്, അപർണ, നെവിൻ, റീനു മാം, എല്ലാ ആൾക്കാരും എൻ്റെ ആൻസേഴ്സ് നോക്കിയിട്ടുണ്ട്. അപ്പൊ എല്ലായിടത്തു നിന്ന് കിട്ടുന്ന ഇൻപുട്സ്. പിന്നെ വിശാഖേട്ടനായിരുന്നു എൻ്റെ മെൻഡർ ബൗൺസ് ബാക്കിൽ. ലൈക്ക് ഞാനൊരു 4 പോയിന്റ് ആയിരിക്കും എൻ്റെ ഇതിനകത്തുണ്ടാകുന്നത്, ഒരു ആവറേജ് പോയിന്റ് ആയിരിക്കും. ഞാൻ 4 എഴുതിയിട്ടുണ്ടെങ്കിൽ പുള്ളി വാല്യൂ ചെയ്ത് തരുന്നതിൽ 8 പോയിന്റ് കറക്റ്റ് ആയിട്ട് എഴുതി തരും. അപ്പോൾ ആ രീതിയിൽ പുള്ളി എന്നെ ഭയങ്കര എൻ്റെ ആൻസേഴ്സിനെ ഏറ്റവും അടിപൊളിയാക്കുന്നതിൽ ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഒരാൾ ബൗൺസ് ബാക്കിലെ മെൻറ്റർ ആയിരുന്ന വിശാഖേട്ടനാണ്. അപ്പോൾ ഇവിടുത്തെ മെന്റേഴ്സ് പറഞ്ഞു തന്ന ഗൈഡ് ചെയ്ത രീതിയിലാണ് ഞാൻ ആ സാധനം ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ ടെസ്റ്റുകൾ ഒരുപാട് എടുത്തിട്ടില്ല. അൺലൈക്ക് പ്രിലിംസിന് ഞാൻ എല്ലാ ടെസ്റ്റുകളും എടുക്കുമായിരുന്നു. മെയിൻസിന് ഇവിടുത്തെ ടെസ്റ്റ് 16 ടെസ്റ്റ് പ്രോപ്പറായിട്ട് എടുത്തു, അതിന്റെ കീ വർക്ക് ചെയ്തു, ആൻഡ് ബാക്കിയുള്ള അക്കാഡമിക്സിന്റെ കീ മാത്രമേ നോക്കൂ. കാരണം ടെസ്റ്റ് എടുക്കാനും 3 hours ഭയങ്കര ടൈം കൺസ്യൂമിംഗ് ആണ്. ആ സമയം ഉണ്ടെങ്കിൽ പ്രോപ്പറായിട്ട് നമുക്ക് ഇത് ചെയ്യാം. പിന്നെ ഞാൻ നേരത്തെ ഏറ്റവും വലിയ ചലഞ്ച് ടൈമിംഗ് ആയിരുന്നു. എൻ്റെ GS1 കംപ്ലീറ്റ് ആയിട്ടില്ല. സാറിന് അറിയാവുന്ന പോലെ GS1 എനിക്കൊരു 1.5 ക്വസ്റ്റ്യൻ എനിക്ക് മിസ്സായി. ഓപ്ഷണലിലും നിയർലി ഒരു 1 ക്വസ്റ്റ്യൻ, അത് പല ക്വസ്റ്റ്യനിലായിട്ട് ഹാഫ് വെച്ച് മിസ്സായി. ടൈമിംഗ് നല്ല പ്രശ്നമായിരുന്നു. അത് എനിക്ക് അവസാനം വരെ എല്ലാവരും പറഞ്ഞു ശരിയാവുന്നുണ്ടെങ്കിൽ, കാരണം ഇവിടെ എത്തുമ്പോൾ 17-18 വരുന്നുണ്ടായിരുന്നുള്ളൂ. അവിടെയും ആ ഒരു ഇത് വന്നു. പക്ഷേ GS1 കഴിഞ്ഞപ്പോൾ ഞാൻ ഉറപ്പിച്ചു, ഇനി മിസ്സായാൽ ഇനി ഇത് ടാസ്ക് ആയിരിക്കും. എന്നോട് ആഷിഫേട്ടൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു ക്വസ്റ്റ്യൻ മിസ്സാക്കരുത്, മിസ്സായ ഡേഞ്ചർ ആണ്. അതുകൊണ്ട് ഞാൻ പിന്നീടുള്ളതിനകത്ത് ബാക്കി ഒന്നും നോക്കിയില്ല, ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് കംപ്ലീറ്റ്ലി എഴുതി തീർക്കുമായിരുന്നു. സിദ്ധാർത്ഥിന്റെ ആൻസേഴ്സ് എനിക്ക് ഓർമ്മയുണ്ട്. ലാസ്റ്റിലേക്ക് ആയ സമയത്ത് പ്രസന്റേഷൻ ഭയങ്കര നൈസ് ആയിരുന്നു. അതുപോലെ തന്നെ ആ ഒരു കൺസൈസൻസ് ഭയങ്കര അടിപൊളിയായിരുന്നു. പിന്നെ നമ്മൾ മൾട്ടി ഡയമെൻഷനാലിറ്റി, കീവേഡിന് പ്ലേസ്മെന്റ് നമ്മൾ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടായിരുന്നു, നമ്മൾ ഗ്രാജുവലി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ള പ്രസന്റേഷനാണ്. ഇപ്പോൾ ഒരു AI കാലഘട്ടമാണ്, കണ്ടന്റ് എളുപ്പത്തിൽ കിട്ടും. അപ്പോൾ എങ്ങനെയാണ് ഇനി അടുത്ത മെയിൻസ് ചെയ്ത 3 ആൾക്കാരിലേക്ക് എങ്ങനെ പ്രസന്റേഷൻ ഇമ്പ്രൂവ് ചെയ്യാം? എനിക്ക് തോന്നുന്നു നേരത്തെ പറഞ്ഞ ആശ അതിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ഒരാളാണ്. ആശയുടെ പേപ്പേഴ്സിൽ പ്രസന്റേഷൻ ഭയങ്കര ഫൈനായിട്ട് കാണാൻ പറ്റുന്ന കാര്യമാണ്. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് കുറച്ചും കൂടി ഈ കണ്ടന്റ് നമുക്ക് വേണ്ടെന്നല്ല, പക്ഷെ അതിനെ എങ്ങനെ നല്ല വിസിബിളായി നല്ല പ്രസന്റേഷൻ സ്കിൽ സെറ്റ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും സജഷൻസ് കൊടുക്കാനായിട്ടുണ്ട്? ഇപ്പൊ എനിക്ക് എന്റെ മെയിൻസിന്റെ മാർക്ക് ഇപ്പൊ ഒരു ഐഡിയ ഇല്ല. പക്ഷെ എനിക്കിപ്പം കിട്ടിയിട്ടുള്ള മാർക്കിനകത്ത് വന്നിട്ടുള്ള ഒരു സാധനം, ഒന്ന് പോയിന്റ് മാക്സിമൈസേഷൻ. അത് ഞാൻ
റീനുവിന്റെ പേപ്പറിൽ കണ്ടിട്ടുള്ള ഒരു കാര്യമാണ്. ഒരു 8 പോയിന്റ്സ് റീനും നെവിനും 8 to 9 പോയിന്റ്സ് അവർ എഴുതും. അത്ര എത്തിയില്ലെങ്കിലും ഒരു 7 പോയിന്റ്സിലെങ്കിലും നമുക്ക് എത്തിക്കാൻ പറ്റിയാൽ നല്ലതാണ്. കാരണം നമ്മൾ നോക്കിയത് 2 പേപ്പർ എടുക്കുമ്പോൾ ഒരാൾ 5 പോയിന്റ് എഴുതിയിട്ടുള്ളൂ, ഒരാൾ 7 എഴുതിയിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി എന്തായാലും ഒരു അഡ്വാൻറ്റേജ് അവിടെ ഉണ്ടാവും. 2 മൊണോട്ടണസ് നേച്ചറിൽ നിന്ന് മാറുക. ഞാൻ ഏറ്റവും കൂടുതൽ ടേബിളുകൾ ഉപയോഗിക്കുന്ന ഒരാളാണ്. ടേബിൾസ് ആയിക്കോട്ടെ, ടേബിൾ ഇത്തവണത്തെ മിക്ക ആൻസേഴ്സും ഞാൻ ടേബിൾ അത് സ്ട്രക്ചർ ചെയ്യാനും എളുപ്പമാണ്. ഞാൻ നോക്കുമ്പോൾ പെട്ടെന്ന് പോയിന്റ് ജനറേറ്റ് ചെയ്യാൻ എളുപ്പമുള്ള ഒരു സാധനം ടേബിളാണ്. എനിക്ക് ഒരുപാട് ആൻസേഴ്സിൽ ടേബിൾ ഉണ്ട്. അത് GS1, 2, 3, 4 വരെയും ഞാനൊരു 3 to 4 ക്വസ്റ്റ്യൻസിലെങ്കിലും ടേബിൾ, അതായത് ഫുൾ ഒരു പാർട്ട് കംപ്ലീറ്റ്ലി ടേബിൾ ആക്കി എഴുതിയ ആൻസേഴ്സ് വരെ ഉണ്ട്. അത് എങ്ങനെ മാർക്ക് വന്നെന്നുള്ളത് ഇനി നോക്കണം. പിന്നീട് ഒരു കാര്യം ഞാൻ നോക്കിയിട്ടുള്ളത് മാപ്പ്. എനിക്ക് അങ്ങനെ വരയ്ക്കുന്ന ഒരു ശീലമുണ്ട്. എന്റെ മാപ്പ് ഭയങ്കര മോശമായിരുന്നു. അത് എഗെയിൻ ഞാൻ പറഞ്ഞ പോലെ ജിസ്ലിൻ ആണ് ഹെൽപ്പ് ചെയ്തു. ജിസ്ലിൻ ജോഗ്രഫി ഓപ്ഷനിലായിരുന്നു മുന്നേ. അപ്പോൾ അത് വെച്ചിട്ട് പുള്ളിക്കാരി ഞാൻ നോക്കുമ്പോൾ എല്ലാ ആൻസറിലും മാപ്പ് വരയ്ക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് വാശി, ഇപ്പൊ ഞാൻ വരയ്ക്കും. ഞാൻ എല്ലാ ആൻസറിലും എനിക്ക് തോന്നുന്നു GS1 അധികം ജോഗ്രഫി അല്ലാത്ത ഹിസ്റ്ററി ക്വസ്റ്റ്യൻസ് ആണെങ്കിലും ഏത് ക്വസ്റ്റ്യൻസ് ആണെങ്കിലും എൻവയോൺമെന്റിൽ എല്ലായിടത്തും എനിക്ക് മാപ്പ് വരയ്ക്കുന്ന ഒരു ടെൻഡൻസി വന്നു. അപ്പൊ മാപ്പ്, ടേബിള്, മറ്റേ പദസൂര്യൻ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വന്നപ്പോഴത്തേക്ക് അത് ഭയങ്കരമായിട്ട് എൻറിച്ച് ആയിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ തന്നെ നമ്മളിപ്പോ കൺസിസ്റ്റന്റ് ആൻസർ ചെയ്തു, നമ്മളിപ്പോ ഡെയിലി ആൻസേഴ്സ് എഴുതും. ഓക്കെ, അപ്പോൾ നമുക്കൊരു 3 മാസം സമയം മാത്രമേ ശരിക്കുള്ളൂ മെയിൻസിൽ. അപ്പോൾ ആ ഒരു 3 months ഈ ഡെയിലി PYQs എഴുതുന്നത് എത്രത്തോളം നമ്മുടെ പ്രിപ്പറേഷനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു? അതാണ് എന്റെ പ്രിപ്പറേഷൻ കംപ്ലീറ്റ്ലി പറയുന്ന പോലെ സാറിന്റെ ഡെയിലി ആൻസർ റൈറ്റിംഗിലായിരുന്നു. കാരണം ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ടൈമിന്റെ കാര്യം. കാരണം ഈ 5 ക്വസ്റ്റ്യൻ അരമണിക്കൂർ എന്നുള്ള രീതിയിൽ എഴുതാൻ നമ്മൾ മാക്സിമം ട്രൈ ചെയ്തിട്ട് ആണ് സ്പീഡ് കൂടുന്നത്. ഗ്രാജുവലി നമ്മുടെ സ്പീഡ് കൂടുന്നത് നമുക്ക് അറിയാൻ പറ്റും. ആദ്യം എനിക്ക് തോന്നുന്നു ഞാൻ ഒരു 3 എണ്ണം ഒക്കെ എഴുതുള്ളായിരുന്നു. അവസാനമായപ്പോൾ ഒരു 4 വരെ പോയി. ചില ദിവസങ്ങൾ 5 എത്തും. അത് നമ്മൾ ഭയങ്കര ഹാപ്പിയാണ്. അപ്പൊ അത് ഒരു മെത്തേഡ്. 2 കണ്ടന്റ്. കാരണം ഇത്രയും നാളത്തെ എനിക്ക് തോന്നുന്നു ഒരു 70 സെഷൻസ് നമ്മൾ എടുത്തിട്ടുണ്ട് ഡെയിലി ആൻസർ റൈറ്റിംഗ്. എല്ലാ ദിവസവും 5 ക്വസ്റ്റ്യൻ വെച്ചാകുമ്പോൾ 350 ക്വസ്റ്റ്യൻ. ഈ 350 ക്വസ്റ്റ്യന്റെ താഴെ സാർ എന്തായാലും ഒരു 5 to 10 പോയിന്റ്സ് പറയും. അപ്പൊ ആ ചങ്ക് ഓഫ് കണ്ടന്റ് ദാറ്റ് ഈസ് ബീങ് ഡെലിവേർഡ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ആൻഡ് ഈ ചങ്ക് ഓഫ് കണ്ടന്റ് ഡെലിവർ ചെയ്യുന്ന ഒരിക്കലും വേറെ റിസർച്ച് പേപ്പറോ കാര്യങ്ങളോ ഒന്നുമല്ല. സാർ ജനറലി നമുക്ക് തിങ്ക് ചെയ്ത് എടുക്കാൻ പറ്റുന്ന കുറച്ച് പോയിന്റ്സും ഡേറ്റയുമാണ് തന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ അത് നോക്കുമ്പോൾ അത് ഡെയിലി ഗോ ത്രൂ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ഒരുപാട് എന്താ പറയുക കണ്ടന്റ് നമുക്ക് കിട്ടും, ഒരുപാട് എക്സാമ്പിൾസ് നമുക്ക് കിട്ടും, ഒരുപാട് തിങ്കിങ് നമ്മളെ ഭയങ്കരമായിട്ട് ഫൈൻ ട്യൂൺ ചെയ്യും. ഞാൻ തോന്നുന്നു എനിക്ക് ഈ ഒരു 60 to 65 ഒരു മോർ ദാൻ 60 ഞാനൊരു 3-4 സെഷൻസ് ഒഴിച്ച് ബാക്കി എല്ലാം ഞാൻ മാക്സിമം അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അത് പ്രോപ്പറായി ഫോളോ ചെയ്തിട്ടുണ്ട്. അതിന്റെ സാറ് തരുന്ന ആൻസർക്ക് ഈ പ്രിന്റ് എടുത്ത് ലാസ്റ്റ് മിനിറ്റ് റിവിഷൻ, അതായത് ഇമ്പോർട്ടന്റ് സ്റ്റാറ്റ് ഡേറ്റ് അല്ല അതിനകത്തുള്ളത്. കാരണം അത് മാറിയും തിരിച്ചും നമുക്ക് പലയിടങ്ങളിൽ ഉപയോഗിക്കാം. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, കഴിഞ്ഞ തവണ എന്റെ മെന്ററുടെ ഇന്റർവ്യൂ കഴിഞ്ഞ തവണ പുള്ളിക്കാരി റാങ്ക് കിട്ടിയ പുള്ളിക്കാരി പറയുന്നത് അതൊരിക്കലും ChatGPT ജനറേറ്റ് ചെയ്യുന്നതല്ല, അത് ശരത് GPT ജനറേറ്റ് ചെയ്യുന്ന രീതിയിൽ വളരെ ഒറിജിനൽ തോട്ട്സ് ആണ്. അപ്പൊ അത് റെപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ആ തോട്ടിലേക്ക് നമുക്ക് നമ്മളെ എത്തിക്കാൻ പറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഡെഫിനറ്റ്ലി നമുക്ക് അറിഞ്ഞൂടാത്ത ക്വസ്റ്റ്യൻസിൽ പോലും ഭയങ്കര അഡ്വാൻറ്റേജ് ആണ്. ആ ഒരു ഒറിജിനാലിറ്റി ഓഫ് കണ്ടന്റ് എന്ന് പറയുന്നത്. അത് നമ്മൾ പ്രിലിംസിൽ നമ്മൾ ലോജിക് ഡിഡക്ഷൻ ചെയ്യുന്ന പോലെ തന്നെ നമ്മുടെ മെയിൻസിന്റെ ഒരു യൂണീക്ക് നമ്മൾ ഇന്നോവേറ്റ് ചെയ്ത സാധനമാണ് ഫ്രെയിംവർക്ക് അപ്രോച്ച്. അപ്പോൾ നമുക്ക് പലപ്പോഴും നമുക്ക് ഭയങ്കര സ്പെസിഫിക് പോയിന്റ്സ് കിട്ടാൻ ഭയങ്കര പാടാണ്. അപ്പോൾ ഈ ഫ്രെയിംവർക്ക് അപ്രോച്ച് എത്രത്തോളം നമുക്ക് പോയിന്റ് ജനറേഷൻ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്? അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് സാർ. കാരണം ഒന്ന് അവിടെ ഉണ്ടാകുന്ന ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് ഇസ് എ കമ്മ്യൂണിക്കേഷൻ. വി ആർ കമ്മ്യൂണിക്കേറ്റിംഗ് അവർ ആൻസർ ടു ദി ഇവാലുവേറ്റർ. അപ്പൊ ഇവാലുവേറ്ററിന്റെ പണി എളുപ്പമാക്കി കൊടുക്കുക എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ഫ്രെയിംവർക്ക് എടുത്തു കഴിഞ്ഞാൽ ഇവാലുവേറ്റർക്ക് ഒരു കോംപ്രഹെൻസീവ് അണ്ടർസ്റ്റാൻഡിങ് കിട്ടും. അത് ഒന്നാമത്തെ ബെനിഫിറ്റ്. 2, നമ്മുടെ തോട്ട് പ്രോസസ് ഭയങ്കര ഫൈൻ ട്യൂൺ. കാരണം ആ ഒരു തിങ്കിങ് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരുപാട് എഫേർട്ട് ഉണ്ടാകും. അത് നമ്മുടെ സമയം ലാഭിക്കും, നമ്മുടെ പ്രസന്റേഷൻ ക്ലിയർ ആൻഡ് ക്ലീൻ ആക്കും, നമ്മുടെ ആൻസേഴ്സിനെ കുറച്ചുകൂടെ കോംപ്രഹെൻസീവ് ആക്കും. പക്ഷെ ഇതിൽ ഞാൻ ഫേസ് ചെയ്തൊരു ചലഞ്ച് പ്രയോറിറ്റൈസേഷൻ ആണ്. എനിക്ക് ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ധൃതി ആൻസർ തീരില്ല എന്നുള്ളത് കൊണ്ട് തന്നെ വാട്ട് ഫസ്റ്റ് കം ടു മൈ മൈൻഡ് ദാറ്റ് ഈസ് മൈ ഫസ്റ്റ് പോയിന്റ് റാദർ ദാൻ ഏറ്റവും ഇമ്പോർട്ടന്റ് എന്നുള്ളത്. അത് ഞാൻ കുറച്ച് സ്ട്രഗിൾ ചെയ്തു. അത് ആൻസർ ഷീറ്റിലും എനിക്ക് അത്രയും എഫക്റ്റീവായിട്ട് കമ്മ്യൂണിക്കേറ്റ് ആയോന്ന് എനിക്ക് അറിയില്ല. പക്ഷെ ഫ്രെയിംവർക്ക് നമ്മളെ തിങ്കിങ് ആണെങ്കിൽ മെമ്മറി, കാരണം നമ്മളൊരു ഫ്രെയിംവർക്കിൽ ആലോചിച്ച് കഴിഞ്ഞാൽ മെമ്മറി ഭയങ്കര ഷാർപ്പായിരിക്കും. നമുക്ക് പെട്ടെന്ന് അടുക്കും ചിട്ടയാണല്ലോ ഇത്. എസെൻഷ്യലി നമ്മളൊരു സാധനം നമുക്ക് കൈയെത്തുന്ന പോലെ അടുക്കും ചിട്ടയിൽ അടുക്കി വെക്കും. നമുക്ക് അപ്പോൾ പെട്ടെന്ന് തിരിച്ചറിയാം ഏത് എവിടെ ഉണ്ട് എന്നുള്ളത്. അപ്പൊ അതാണ് ഫ്രെയിംവർക്കിന്റെ ഒരു വലിയ ബെനിഫിറ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞത് സിദ്ധാർത്ഥൻ എനിക്ക് ഇപ്പോഴും ഞാൻ ആ വീഡിയോയിലും കണ്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് ഇങ്ങനെ ഈ പഠിക്കുന്നുണ്ട്, നമുക്ക് പഠിത്തം പ്രയോറിറ്റിയാണ്, പക്ഷെ അതിൻ്റെ ഒപ്പം എനിക്ക് കുറേ പരിപാടികളുണ്ട്, അങ്ങനെ ഇത് ചെയ്യാൻ രീതിയിൽ. അപ്പോൾ എനിക്ക് ഭയങ്കര ഇപ്പോൾ പറഞ്ഞല്ലോ, ഇപ്പോൾ ഇവിടെ ഒരു പരിപാടി ഉണ്ടാവും, അതുപോലെ തന്നെ ഭയങ്കര നമ്മളൊരു ഗെയിം സ്ട്രീം ചെയ്യുമ്പോൾ ഉണ്ടായിരിക്കും. അപ്പോൾ അത്തരത്തിൽ ഭയങ്കര ആക്റ്റീവായൊരു ഫേസാണ്, ഭയങ്കര നമുക്ക് ഫെമിലിയർ ഫേസാണ്. എങ്ങനെയാണ് അങ്ങനത്തെ ഒരു ലൈഫ് സ്റ്റൈലിലൂടെ ഈ സാധനം അച്ചീവ് ചെയ്തെടുത്തത്? അത് പറഞ്ഞില്ലേ സാർ, ഇതൊരു
എന്നെ സംബന്ധിച്ച് ഒരു ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതി ആയിരുന്നില്ല. കാരണം കുറെ ആസ്പിരൻസ്, വളരെ കമ്മിറ്റഡ് ആയിട്ടുള്ള ആസ്പിരൻസ് ഞാൻ കണ്ടിട്ടുണ്ട്. ഒറ്റ അറ്റംപ്റ്റ് എടുക്കുള്ളൂ, ക്ലിയർ ചെയ്യും എന്ന് പറഞ്ഞ് പഠിച്ച് ക്ലിയർ ചെയ്ത് പോകുന്ന ആൾക്കാരുണ്ട്, ഡെഫിനറ്റ്ലി ഉണ്ട്. പക്ഷെ ഞാൻ അത്രയും വാശിക്കാരനായിരുന്നില്ല. ഞാൻ ഈ പറഞ്ഞ പോലെ എനിക്കിത് പതുക്കെ കിട്ടിയാൽ മതി. അപർണ എന്നോട് ആദ്യം, എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, അപർണയാണ് എന്നെ ആദ്യം മുതലേ എന്നെ ഇങ്ങനെ മാർഗദീപമായിട്ട് എന്നെ നയിക്കുന്നത്. അപർണയാണ് ലീഡിൽ കൊണ്ടുവരുന്ന, അപർണയാണ് എന്റെ അവസാനത്തെ ആൻസേഴ്സ് നോക്കുന്നതും കാര്യങ്ങൾ പറഞ്ഞു തരുന്നത് എല്ലാം അപർണയാണ്. അപ്പോൾ അപർണ ആദ്യം പറയുന്നുണ്ട്, എന്തിനാണ് ഈ ആദ്യം PG ക്ക് പഠിക്കുമ്പോൾ അറ്റംപ്റ്റ് കൊടുക്കുന്നത്, നിങ്ങൾക്ക് ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ കയറി പോകൂടെ? അപ്പോൾ എനിക്ക് അങ്ങനെയല്ല, എനിക്ക് പതുക്കെ മതി, സമയമെടുത്ത് നമുക്ക് തീർത്താൽ മതി എന്നുള്ളൊരു മൈൻഡ് സെറ്റ് ആയിരുന്നു. പക്ഷെ അത് ചില പോയിന്റ്സിൽ നമുക്ക് ബാക്ക് ഫയർ ചെയ്യും, ചില കാര്യങ്ങൾ നമ്മൾ മിസ് ഔട്ട് ചെയ്യും, ഇത് ചെയ്യും. അപ്പം ഞാൻ കുറച്ചുകൂടെ എന്താ പറയണ്ട, ഞാൻ മൈൻഡ് പ്രിപ്പയർ ആയി. 2023 അറ്റംപ്റ്റ് കഴിഞ്ഞ് 24 ഫുൾ പഠിക്കാൻ ഇറങ്ങുന്നതിന് മുന്നേ ഞാൻ ഗോകുല്, ബാക്കി എൻ്റെ ഫ്രണ്ട്സ് ഉണ്ട്, ശ്രീകോന്ത്, കനിത്ത്, അപ്പോൾ നമ്മൾ ഗോവയ്ക്ക് പോയി, ബാംഗ്ലൂരൊക്കെ പോയി, എല്ലായിടത്തും പോയി, കുറെ ട്രിപ്പൊക്കെ കറങ്ങി, മനസ്സൊക്കെ ഓക്കെ, ഇത്ര അടിച്ചു പൊളിച്ചു, ഇനി പഠിക്കാം എന്നുള്ളൊരു മൈൻഡ് സെറ്റിലേക്ക് വന്നു. എന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ കമ്പാരിറ്റീവ്ലി കുറച്ച് പഠിത്തത്തിൽ ഫോക്കസ്. എന്നാലും ഇടയ്ക്കിടയ്ക്ക് പോകും, നമുക്കൊരു ബ്രേക്ക് എപ്പോഴും ആവശ്യമാണ് എന്നുള്ളതാണ്. പിന്നെ ഈ ലൈഫ് സ്റ്റൈലാണ് എന്നെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത്. കാരണം ഒന്ന്, ഞാൻ ഈ പറഞ്ഞ പോലെ ഈ പ്രോഗ്രാംസ് കാര്യങ്ങളിൽ നിന്ന് കിട്ടുന്ന ഇൻപുട്സ് ഭയങ്കരമായിട്ട് നമുക്ക്, കാരണം ചില ആൾക്കാരുടെ ഇല്ലാത്ത ചില പോയിന്റ്സ്, റിയൽ ഇൻസൈറ്റ്സ് ഒക്കെ നമുക്ക് ഈ ഡിസ്കഷനിൽ നിന്ന് കിട്ടും. അത് നമുക്ക് അവിടെ ഇടാൻ പറ്റും. അത് ചിലപ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല, ഭയങ്കര ആൻസറിനെ എൻറിച്ച് ചെയ്യുന്ന ഒരു കാര്യമായിരിക്കും. രണ്ട്, ഞാനിപ്പോ എന്റെ ഇതുവരെയുള്ള ഇന്റർവ്യൂവിൽ ഞാൻ കുറെ ആൾക്കാരുടെ പേര് പറയുന്നുണ്ട്. ഇവരൊക്കെ വൺ ഓർ ദി അതർ വേ എന്റെ പ്രിപ്പറേഷൻ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. ഈ ആൾക്കാരെല്ലാം ഞാൻ ഇവിടെ നിന്നാണ് എടുത്ത്, ലൈക്ക് പുസ്തകത്തിൽ നിന്ന് പഠിക്കുന്നതിനേക്കാൾ കൂടുതൽ ആൾക്കാരിൽ നിന്ന് ഞാൻ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. അവരെന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഞാൻ പരീക്ഷയ്ക്ക് ഇതാവുന്നതിന് മുന്നേ അത് ഹെൽപ്പ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ, ഇപ്പം നമ്മുടെ ഇവിടെ നിന്ന് തന്നെ പോയി നെവിൻ ഇതെല്ലാം പറഞ്ഞു, പിന്നെ കഴിഞ്ഞ തവണ മുന്നേ തവണ പോയ ഫാബി, കസ്തൂരി, നന്ദന, അപ്പൊ ഇവരെല്ലാ ആൾക്കാരും ഇതിൽ കസ്തൂരി, നന്ദന എന്റെ ജൂനിയേഴ്സ് ആണ്. അപ്പോൾ ഇവരുടെ നോട്ടുകൾ, ഇവരുടെ ഇൻപുട്ടുകൾ, അപ്പം ഈ പറഞ്ഞ പോലെ ഇങ്ങനത്തെ ഒരു ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്തുകൊണ്ട് എനിക്കുണ്ടായ അഡ്വാൻറ്റേജ്, എനിക്ക് ഇത്രയും മനുഷ്യർ എൻ്റെ ലൈഫിലുണ്ട്. ഞാൻ പാസ്സാവണം എന്നുള്ളത് എന്നെ പോലെ തന്നെ ഈക്വലി ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അവർ തരുന്ന ഇൻപുട്സ്, അവർ തരുന്ന ഹെൽപ്സ്, ഇതൊക്കെ ഭയങ്കര, അത് ഇമോഷണൽ ആകാം, അക്കാഡമിക് ആകാം, അല്ലാതെ ഈ പറയുന്ന പോലെ ചിലപ്പോൾ ലോജിസ്റ്റിക്കലാണ്. നമ്മൾ ഏതെങ്കിലും തിരക്കിക്കുമ്പോൾ നമുക്ക് പകരം, ഇപ്പൊ എനിക്ക് പകരം എൻ്റെ വീട്ടിൽ പോയൊരു കാര്യം ചെയ്യാൻ, എനിക്ക് ഫാമിലിക്ക് വേണ്ടി ഒരു കാര്യം ചെയ്യാൻ ഗൂഗിൾ എപ്പോഴും ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഫ്രണ്ട്സ് ഉണ്ടായിരിക്കും, അമൽ ഉണ്ടായിരിക്കും. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് അത് നമ്മളെ കുറച്ചുകൂടി ഈസി ആക്കുന്ന ചില മൊമെന്റ്സും കൂടെയാണ്. നമുക്ക് ഫൈനലി ഇന്റർവ്യൂവിലേക്ക് വരാം. ഇന്റർവ്യൂവില് ഇപ്പോൾ സിദ്ധാർത്ഥ ഇങ്ങനെ പബ്ലിക് സ്പീക്കിങ്ങിന് പോയിട്ടാണെങ്കിലും സിദ്ധാർത്ഥന് ഒരു ഫെമിലാരിറ്റി ഉണ്ട് സംസാരിക്കാനൊക്കെ ആയിട്ട്. പക്ഷെ ഞാൻ പലപ്പോഴും ഞാൻ അങ്ങനെ പൊതുവേ അധികം ഇന്റർവ്യൂ കോച്ചിങ് കൊടുത്തിട്ടില്ല. പക്ഷെ എനിക്ക് സിദ്ധാർത്ഥയുടെ കുറച്ച് ഇരുന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇപ്പോൾ സിദ്ധാർത്ഥ വെച്ചാൽ പക്ഷെ ഇനി ഭയങ്കര സീരിയസ് ആവും സംസാരിക്കുമ്പോൾ, എനിക്ക് ആ ഒരു സീരിയസ്നെസ് വരും, ആ ഒരു സ്ഥാനത്തിലേക്ക് വരും. അപ്പോൾ എങ്ങനെയാണ് അത് ഗ്രാജുവലി മാറ്റി ആ ഒരു വാംത്തും, അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു ലാസ്റ്റ് ഒറിജിനൽ ഇന്റർവ്യൂ ആയ സമയത്ത് അവിടുന്ന് ഭയങ്കര സെറ്റ് ആക്കിയിട്ട് വന്ന ഒരു ഇതാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ KS ഇന്റർവ്യൂവിലും അങ്ങനെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു ലാസ്റ്റ് വരുന്ന ഒരു ഗെയിമിലേക്ക് വരുന്ന സമയത്ത് എങ്ങനെയാണ് അത്രയും ചേഞ്ചസ് കൊണ്ടുവരാൻ വേണ്ടി പറ്റും? ചേഞ്ചസ് വന്നോന്നുള്ള എനിക്ക് അറിഞ്ഞു സർ. പക്ഷേ സാധനം എന്താന്ന് പറഞ്ഞാൽ, ഞാൻ ആദ്യമേ പറഞ്ഞു തുടങ്ങിയ ഇതുണ്ടല്ലോ, ചിരിക്കരുത്, മറ്റേ സോഷ്യൽ ആങ്സൈറ്റി ഉണ്ടെന്ന് പറഞ്ഞേ. അപ്പോൾ ആ സാധനത്തിൽ ഞാനിത് പ്രിപ്പയർ ചെയ്ത് വരുന്നതാണ് ഈ പബ്ലിക് സ്പീക്കിംഗ്. ലൈക്ക് ഇത് ഞാൻ വേറൊരാളെ പോലെ തന്നെ ഇത് ചെയ്യുന്നതാണ്. അപ്പോൾ എനിക്ക് നാച്ചുറലി ഉള്ള കോൺവെർസേഷന്റെ ഫ്ലോ അവിടെ വരില്ല, അത് ഭയങ്കര ഫോർമലാണ്. അപ്പൊ അതാണ് ഇന്റർവ്യൂവിന്റെ പ്രശ്നം. കാരണം റിയൽ ഞാൻ കുറച്ചുകൂടെ പേടിച്ച് കുറച്ചുകൂടെ ഇത് ചെയ്ത് മാറി നിൽക്കുന്ന ആളാണ്. പക്ഷെ പബ്ലിക് സ്പീക്കിങ്ങിൽ ഞാൻ തന്നെ എടുത്തിടുന്ന ചില സാധനങ്ങളാണ് വരുന്നത്. അപ്പൊ ഇന്റർവ്യൂവിൽ റിയൽ പേഴ്സൺ ആകുക എന്നുള്ളതാണ്. അപ്പൊ അതാണ് ഏറ്റവും വലിയ പ്രശ്നം. എല്ലാ ആൾക്കാരും വിചാരിച്ചത് ഇന്റർവ്യൂ ഓക്കെ, ദിസ് ഇസ് ആൻ ഈസി വർക്ക് ഫോർ യു. ഏറ്റവും ഡിഫിക്കൽട്ട് എനിക്ക് ഉണ്ടായിട്ടുള്ള സാധനം ഇന്റർവ്യൂ ആണ്. ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുണ്ടായിട്ടുള്ള ഇന്റർവ്യൂ ആണ്. അതിന്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫസ്റ്റ് തിങ് ആദ്യത്തെ മോക്ക് ഇന്റർവ്യൂ കഴിഞ്ഞപ്പോൾ അൻഡു സാർ പറഞ്ഞു, മോനെ നന്നായിട്ടുണ്ട്, പക്ഷെ ഇത് ഇവിടെ വേണ്ട, ഇവിടെ ഡിബേറ്റ് കയ്യിൽ വെച്ചാൽ മതി എന്നാണ് സാർ എന്നോട് പറഞ്ഞത്. അപ്പൊ ഇതിൽ നിന്നൊന്ന് മാറണം, ഈ ഫോർമൽ, ഈ ടൈറ്റ്നസ്സിൽ നിന്നൊന്ന് മാറണം. ഒന്ന്. രണ്ട്, മെയിൻസിൽ നമ്മൾ ഇടുന്ന ചെപ്പടി വിദ്യ അവിടെ നടക്കില്ല. സാർ എപ്പോഴും പറയുന്നതാണ്, ഫോളോ അപ്പ് വന്നു കഴിഞ്ഞാൽ തീർന്നു. കാരണം ഞാൻ അടിച്ചു വിട്ട് പബ്ലിക് സ്പീക്കിംഗ് 5 മിനിറ്റ് പറയുന്ന കുറെ എക്സാമ്പിൾ പറയും. എക്സാമ്പിളിനെ കുറിച്ച് പിന്നെ ചോദിച്ചാൽ എനിക്കറിയില്ല. അപ്പൊ അവിടെ നമ്മൾ ലോക്കാവും. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് കറക്റ്റ് കണ്ടന്റും അതിന്റെ സെക്കൻഡറി ലെവൽ ഓഫ് ഒരു തേർഡ് ഡിഗ്രി ഓഫ് നോളജ് എപ്പോഴും വേണം. അപ്പൊ അതൊരു ടാസ്ക്. രണ്ട്, ഈ പ്രസന്റേഷൻ ഒരു ടാസ്ക്. മൂന്ന്, ഒരു റിയൽ ആവാൻ പറ്റാത്ത, അങ്ങനെ മൾട്ടിപ്പിൾ ടാസ്ക് ആയിരുന്നു ഇന്റർവ്യൂവിൽ. ഇത് ഓരോന്നായിട്ടാണ്. ഒന്ന്, ഞാൻ ആദ്യം പറഞ്ഞ പോലെ പ്രസന്റേഷൻ ഞാൻ എടുത്തത്രയും 1-on-1 ഇവിടെ ആരും എടുത്തിട്ടില്ല. ഞാൻ സാറുമായിട്ട് നിയർലി നമ്മളൊരു 5 to 10 സെഷൻ ഇരുന്നു. അൻഡൂപ് സാറായിട്ട് ഒരു 5 to 10 സെഷൻ ഇരുന്നു. ഷിർഫാത്ത് സാറ്, ഉണ്ണി സാറ്, ജിതിൻ സാറ്, പിന്നെ അജയ്, പിന്നെ പല മെന്റേഴ്സുമായിട്ടും ഞാൻ ഒരുപാട്, അപർണയായിട്ടിരുന്നു. അപ്പോൾ 1-on-1 സെഷൻസ് ഒരുപാട് എടുത്തു. പറ്റുന്ന എല്ലാ UPSC ഓഫീസേഴ്സ്, മെന്റേഴ്സ് എല്ലാവരുമായിട്ടും ഞാൻ മാക്സിമം എടുത്തു. പല ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസിനെ ഞാൻ ഫേസ് ചെയ്യാൻ നോക്കി.
അത് ഒന്നാമത്തെ ഒരു ഇതായിരുന്നു. രണ്ടാമത്തത് കണ്ടന്റ് ആയിരുന്നു. അത് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുള്ള എൻ്റെ പിയർ ഗ്രൂപ്പാണ്. ഇപ്പോൾ സ്നിഗ്ധ സാറിന് അറിയാം, സ്നിഗ്ധ അറിയാം, ഐഷ, കാവ്യ, വിഷ്ണു, നമ്മുടെ ഫാത്തിമ. അപ്പൊ ഇവരെല്ലാവരുമായിട്ടിരുന്ന പിയർ ഗ്രൂപ്പിനകത്ത് വരുന്ന സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൂടെ വേണ്ടി ഇവർ ഒരുപാട് എഫേർട്ട് എടുത്തിട്ടുണ്ട്. കാരണം ഞാൻ ഈ ഓഫീസിൽ നിന്നായിരിക്കും ഇന്റർവ്യൂ സമയത്ത് വർക്ക് ചെയ്യുന്നുണ്ട്, ഓഫീസിൽ നിന്നായിരിക്കും ചെല്ലുന്നത്. ഞാൻ അന്നത്തെ കറണ്ട് അഫയേഴ്സ് നോക്കിയിട്ടുണ്ടാവില്ല, അവർ പറഞ്ഞു തരും. പിന്നെ എൻ്റെ ആൻസേഴ്സ് അവർ ഇത് തരും, ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അവരെ ഹെൽപ്പ് ചെയ്യും. അപ്പൊ ആ ഒരു രീതിയിൽ എൻ്റെ കണ്ടന്റ് നോളജ് പാർട്ട് കുറെ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഇന്റർവ്യൂവിന്റെ തലേന്ന് അച്ഛനും ഞാനും ഉണ്ട് കേരള ഹൗസിൽ, ഒരു നീണ്ട ഓഡിയോ. എടാ സുജാത ചതുർവേദി ആണെങ്കിൽ ഇങ്ങനെ പറയണം മാമിനോട്, ഇതാണ് മാമിന്റെ ഒരു ഏരിയ. രാജ് ശുക്ല സാറാണെങ്കിൽ ഇന്ന കാര്യങ്ങളാണ്. അപ്പൊ സാർ ചോദിച്ചു ഇതാരാണ് UPSC, സ്നിഗ്ധയാണ്. സ്നിഗ്ധ ഇങ്ങനെ ഓരോ ആൾക്കാരാണെങ്കിൽ എങ്ങനെ ഫേസ് ചെയ്യണം എന്നുള്ള രീതിയിൽ വരെ ഷി വാസ് ഹെൽപ്പിംഗ് മീ. ഐഷ ആണെങ്കിലും എല്ലാ ആൾക്കാരാണെങ്കിലും ആ ഒരു രീതിയിലുള്ള ഹെൽപ്പ് തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഏറ്റവും വലിയ ഗുണം എനിക്ക് ഉണ്ടായത് ബോർഡ്, ദിനേശ് ദാസ് സാറിന്റെ ബോർഡിൽ വരുന്നു. പുള്ളി ആദ്യമേ പബ്ലിക് സ്പീക്കിംഗ്, ലൈക്ക് ഇറ്റ്സ് നമ്മളെ ലൈഫിൽ ഒരു മൊമെന്റ് ഉണ്ടാവുമല്ലോ, ഓക്കെ ഐ ഹാവ് ബീൻ ഡൂയിങ് ദിസ് ഓൾ ടൈം, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ലൈഫ് മൊത്തം ഞാൻ ഇതിനു വേണ്ടിയാണ് പ്രിപ്പയർ ചെയ്തത് എന്നുള്ള മൊമെന്റിലുള്ള ഫീലിംഗ് ആയിരുന്നു പബ്ലിക് സ്പീക്കിംഗ് എന്ന് പറയുന്ന ഒരു സാധനം വന്നത്. പിന്നെ അവിടെ നമ്മൾ കംഫർട്ടിലേക്ക് വന്നാൽ നമുക്ക് കുറച്ച് തമാശയൊക്കെ പറഞ്ഞ് ഒരു കോൺവെർസേഷൻ മോഡിലേക്ക് പോകാം. അങ്ങനെയാണ് ആ ഇന്റർവ്യൂവിന്റെ ഒരു ഇത് പോയത്. സിദ്ധാർത്ഥ ആക്ച്വലി വർക്ക് ചെയ്തിട്ടാണല്ലോ ഇത് ക്രാക്ക് ചെയ്തത്. അപ്പൊ എങ്ങനെയാണ് ഈ വർക്ക് ലൈഫും ഈ അക്കാഡമിക്സും മുന്നോട്ട് കൊണ്ടുവരുന്നത് എങ്ങനെയായിരുന്നു? അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്ഥലമാണ് സെക്രട്ടേറിയറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഒന്ന്, ആ സ്ഥലം തന്ന എക്സ്പോഷർ. നമ്മൾ ഒരു വർക്കിന്റെ അല്ലെങ്കിൽ ഈ പറയുന്ന ഗവേണൻസിന്റെ ഏറ്റവും ബേസിക് ലെവലിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യണത്. അപ്പൊ അത് നമുക്ക് തരുന്ന ഒരുപാട് ഇൻസൈറ്റ്സ് ഉണ്ട്. എങ്ങനെയാണ് ഇപ്പോൾ ഞാനിപ്പോൾ നാളെ സർവീസിൽ ഇമ്മീഡിയറ്റ്ലി കയറിയാലും നമുക്ക് അറിഞ്ഞൂടാത്ത ഒരുപാട് കാര്യങ്ങൾ ഈ 10-20 വർഷം സെക്രട്ടേറിയറ്റിൽ ഇരുന്ന് വന്ന എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് തരാൻ പറ്റും. അത് ഭയങ്കര അടിപൊളിയാണ്. കാരണം നമ്മൾ എക്സാം എഴുതി കയറുന്നതിനേക്കാൾ എത്രയോ മുകളിലാണ് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരുടെ ഒരു വിഷൻ എന്ന് പറയുന്നത്. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ആൻഡ് സെക്കൻഡ്ലി, പ്രിപ്പറേഷനിലേക്ക് വന്നു കഴിയുമ്പോൾ ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആദ്യം ഞാൻ ബൗൺസ് ബാക്ക് എടുക്കുന്ന സമയത്ത് വർക്കിംഗ് ആൻഡ് ഇതായിരുന്നു, വൈകുന്നേരം പഠിക്കും. അപ്പം കുറെ ഡിഫിക്കൽട്ട് ആയിരുന്നു ഇത് മാനേജ് ചെയ്യാനായിട്ട്. അതുകൊണ്ടാണ് പ്രിലിംസ് കില്ലർ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഞാൻ ലീവ് എടുത്തു. പ്രിലിംസ് കില്ലറും മെയിൻസ് കില്ലറും കംപ്ലീറ്റ്ലി ലീവ് ആയിരുന്നു. പക്ഷേ ഈ മൊമെന്റിലെല്ലാം എൻ്റെ സെക്ഷൻ, ഞാൻ ഫുഡ് ആൻഡ് സിവിൽ സപ്ലൈസ്, ഞാൻ അന്നും ലീവ് കഴിഞ്ഞ് കയറിയപ്പോഴും അതേ സെക്ഷനാണ്, ഫുഡ് ആൻഡ് സിവിൽ സപ്ലൈസ് B. എൻ്റെ സെക്ഷൻ ഓഫീസറുണ്ട് സ്നേഹ മാഡം ആയാലും ഞങ്ങളുടെ ഡെപ്യൂട്ടി സെക്രട്ടറി അന്ന് രാജേന്ദ്രൻ സാറായിരുന്നു, ഇപ്പോൾ നിസാം സാറ്, പിന്നെ വന്നിട്ട് പോയ നമുക്ക് ജോയിന്റ് സെക്രട്ടറി സീന മാഡം ഉണ്ട്. അങ്ങനെ ഒരുപാട് ഓഫീസേഴ്സ് ഉണ്ട്. ഇപ്പൊ ഇവരെല്ലാം ഭയങ്കരമായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. കാരണം നമ്മൾ ഇങ്ങനെ ഒരു ആസ്പിറേഷൻ ഉള്ള ആളാണെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ പഠിത്തം അവരുടെ തന്നെ പ്രയോറിറ്റി എന്നുള്ള രീതിയിൽ അവർ കണ്ടിട്ടുണ്ട്. അത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. കാരണം ഇന്റർവ്യൂ പ്രിപ്പറേഷൻ ഞാൻ ഫുൾ ടൈം സെക്രട്ടേറിയറ്റിൽ നിന്നുകൊണ്ടാണ് ചെയ്യണത്. അപ്പം എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന മുന്നേ സൗമ്യ എന്ന് പറയുന്നൊരു ചേച്ചിയായിരുന്നു, പിന്നെ നിതിൻ എന്ന് പറയുന്നൊരു ചേട്ടൻ വന്നു, പിന്നെ പ്രിയ എന്ന് പറഞ്ഞൊരു ചേച്ചി, ഗോഡ്വിൻ സാർ. ഇപ്പൊ ഇത്രയും പേരാണ് എൻ്റെ സെക്ഷനിലുള്ളത്. അപ്പോൾ എൻ്റെ വർക്ക് ചില സമയത്ത് ഞാൻ ലീവ് ആയിരിക്കും, ഇന്റർവ്യൂ മോക്ക് എടുക്കുന്ന ദിവസങ്ങളിലൊക്കെ ലീവ് ആയിരിക്കും. അപ്പോൾ ഞാൻ ഇല്ല എന്നൊരു സാധനം ഇല്ല. അപ്പം എൻ്റെ കുറച്ച് വർക്ക് അവർ ഷെയർ ചെയ്യുക ചെയ്യും. ഞാൻ ചെല്ലുന്ന ദിവസങ്ങളിൽ ഇപ്പോൾ അവരാരെങ്കിലും ലീവ് ആണെങ്കിൽ അവരുടെ വർക്ക് ഞാൻ ചെയ്യും. ആൻഡ് ഇപ്പൊ ഇവരാർക്കും ഇതില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ സെക്ഷൻ ഓഫ് സ്നേഹം മാമിനോടാണ് എനിക്ക് ഏറ്റവും കൂടുതൽ നന്ദിയുള്ളത്. കാരണം മിക്ക പോയിന്റിലും എന്നോട് പറഞ്ഞ് പോയി പഠിച്ചോ, ഒരു കുഴപ്പമില്ല, ഇവിടുത്തെ കാര്യങ്ങൾ നോക്കിക്കോളാം മാം. ഭയങ്കരമായിട്ട് നമ്മളുടെ ഇടുന്നൊരു ട്രസ്റ്റ് ഉണ്ട്. ഒരാൾ ട്രസ്റ്റ് അല്ലെങ്കിൽ നമ്മൾ നന്നാവും എന്നൊരു സാധനത്തിൽ ഇടുന്ന ട്രസ്റ്റ്. അത് എഗെയിൻ ഈ പറഞ്ഞ പോലെ ഈ പറഞ്ഞ ആൾക്കാരൊക്കെ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓഫീസിലുള്ള ഇത്രയും ആൾക്കാരും നമ്മൾ പാസ്സാവണം, അല്ലെങ്കിൽ ബാക്കിയുള്ള സെക്ഷൻസിലുള്ള ആൾക്കാരായാലും എക്സാം എന്തായി, ഞാൻ ഇന്റർവ്യൂവിന് പോകുമ്പോൾ വിളിക്കുന്നു. റിസൾട്ട് വന്നപ്പോൾ ഞാൻ സെക്രട്ടേറിയറ്റിലേക്കാണ് ആദ്യം പോകുന്നത്. കാരണം ഞാൻ ലഞ്ച് ബ്രേക്കിന് ഇറങ്ങി നേരെ ചെന്നു. നമ്മുടെ സന്തോഷം അവരുടെ കൂടെ ഹാപ്പിനെസ് ആയിട്ടുള്ള രീതിയിൽ സെലിബ്രേറ്റ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ അവരാണ് എന്നെ ഒരു പരിധി വരെ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത്. പിന്നെ റീഡിംഗ് റൂം ഉള്ളത് കൊണ്ട് നൈറ്റിലും കാര്യങ്ങളും എല്ലാം പോയി. പിന്നെ ഈ പറഞ്ഞ പോലെ ചില സമയത്ത് നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റാത്ത സമയത്ത് ബാക്കിയുള്ളവർ നമുക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്ത് കണ്ടന്റ് നമുക്ക് തരും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു. സോ അപ്പോൾ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഇനി എഴുതാൻ പോകുന്ന ആസ്പിറൻസിനോട് എന്താണ് നമുക്ക് ജനറൽ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളത്? ജനറലി പറഞ്ഞ UPSCക്ക് വരുന്ന എല്ലാ ആൾക്കാരോടും പറയുന്ന ഒരു കാര്യമുണ്ട്. ഇപ്പൊ ഞാനൊരു ടോപ്പറാണ് എന്ന് പറഞ്ഞിട്ട് ഞാൻ പറയുന്ന കാര്യത്തിൽ ഭയങ്കരമായ ഒരു ഓതന്റിസിറ്റി ഇല്ല. പക്ഷെ ഞാൻ പറയുന്നതിനേക്കാൾ അടിപൊളിയായിട്ട് പറയാൻ പറ്റുന്ന സാറിന്, അൻഡൂപ് സാറിനൊക്കെയാണ്. കാരണം ഇതൊരു പാറ്റേൺ ആണ്. ഇപ്പൊ ഒരു ഫസ്റ്റ് റാങ്ക് കിട്ടിയ ആളോട് ചോദിച്ചാൽ പോലും അയാൾക്ക് എങ്ങനെയാണ് ഫസ്റ്റ് റാങ്ക് കിട്ടിയെന്ന് അവർക്ക് തിരിച്ചറിയാൻ പറ്റണമെന്നില്ല, ഏതാണ് വർക്ക് ആയിട്ടുള്ളത്. പക്ഷെ അത് മനസ്സിലാവുന്ന എങ്ങനെയാണ്, ഒരു 100 ആൾക്കാരെ മെൻറ്റർ ചെയ്തിട്ടുള്ള ഒരാൾ നോക്കിയാൽ സക്സസ് പാറ്റേൺസ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പം ഡെഫിനറ്റ്ലി നിങ്ങളൊരു ചോയ്സ്, ഒരു ഒപ്പീനിയൻ എടുക്കുമ്പോൾ അത് എപ്പോഴും ഇൻഫോംഡ് ഒപ്പീനിയൻസ് ആയിരിക്കണം. അത് ഇമ്പോർട്ടൻ്റ് ആണ്, ഇൻഫോംഡ് ആയിട്ടുള്ള റാഷണൽ ആയിട്ടുള്ള ഒപ്പീനിയൻസ്. പക്ഷേ നമ്മളൊരു പ്രശ്നം എന്ന് വെച്ചാൽ വളരെ റാൻഡം ഒപ്പീനിയൻസിനാണ് നമ്മൾ വീണു പോകുന്നത്. നമുക്ക് ശരിയെന്ന് ഫീൽ ചെയ്താൽ മതി.
ചിന്തിക്കുന്നില്ല. ഓക്കെ, ഇത് ശരിയാകാൻ ചാൻസ് ഉണ്ട് എന്നുള്ള രീതിയിലാണ്. അപ്പോൾ ഞാൻ പറയുന്നത് അങ്ങനത്തെ ഒപ്പീനിയൻസ് ഒന്നും എടുക്കാതെ വളരെ ഇൻഫോംഡ് ആയിട്ട് നിങ്ങൾക്ക് റാഷണൽ ആണെന്ന് തോന്നുന്നത് അത് പ്രോപ്പറായിട്ട് ഗൈഡ് ചെയ്യാൻ പറ്റുന്ന എപ്പോഴും എക്സ്പേർട്ട് മെന്റേഴ്സ് തന്നെയാണ്. ഞാൻ എല്ലാ ആൾക്കാരോടും പറയും, ഞാൻ ഇനിയിപ്പോൾ നമ്മളെ എത്ര വലിയ റാങ്ക് ഹോൾഡർ ആണെന്നുണ്ടെങ്കിലും നമ്മളെക്കാൾ ബെറ്റർ ആയിട്ട് അറിയാൻ പറ്റുന്ന ഇത്രയും ആൾക്കാരെ അനലൈസ് ചെയ്ത് ആ പാറ്റേൺ ഐഡന്റിഫൈ ചെയ്തിട്ടുള്ള ആൾക്കാർക്കായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള ഒപ്പീനിയൻസ് നമ്മൾ ഡെഫിനറ്റ്ലി എടുക്കുക. ഒന്ന്. രണ്ട്, എപ്പോഴും ഇന്നും എല്ലാം പറഞ്ഞ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ വലിയ ഗോൾസ് ഉണ്ടാവുന്നത് നല്ലതാണ്. പക്ഷെ വലിയ ഗോൾസ് നമ്മുടെ കയ്യിലല്ല. നമ്മുടെ കയ്യിൽ എപ്പോഴും ഉള്ളത് ഈ മൊമെന്റ് ആണ്. ഈ മൊമെന്റ് ചെയ്യാൻ പറ്റുന്ന ചെറിയ ചെറിയ ഗോൾസ് ആണ്. അതിൽ ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോവുക. കാരണം അത് പെർഫെക്റ്റ് ആവുന്നതോടുകൂടി വലിയ ഗോൾസ് നമ്മുടെ കയ്യിലേക്ക് വരും എന്നുള്ളൊരു കാര്യം ആണ് എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്. Lead IAS, #1 IAS Academy in Kerala.